ഓ വിശ്വാനിർദേവഃ സവിതർദുരിതാനി പരാസുവ യദ്ഭദ്രം തന്നയാസുവ. കൃപാമയനായ ജഗദീശ്വര, യാതൊന്ന് മംഗളകരവും ശ്രേയസ്കരവും ശ്രേഷ്ഠവുമായി ഉണ്ടോ അവയെ ഞങ്ങൾക്ക് നൽകിയാലും. ഓം ശാന്തി ശാന്തി ശാന്തി. ആദിദൈവികവും ആദിഭൗതികവും ആധ്യാത്മികവുമായ ശാന്തി കൈവരട്ടെ. സജ്ജനങ്ങളെ, ഇവിടെ പറയാൻ പോകുന്ന മുഴുവൻ കാര്യങ്ങളും ആദ്യമേ തന്നെ എന്നെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വെടിയുന്നതിന് 22 വർഷങ്ങളോളം ഞാനുമായിട്ട് അടുപ്പമുണ്ടായിരുന്ന മളിയൂർ അദ്ദേഹം എന്നെ പുത്ര തുല്യം സ്നേഹിച്ചിരുന്നു. എനിക്കത് അദ്ദേഹത്തെ ഗുരുനാഥനായിട്ടോ പിതൃതുല്യനായിട്ടോ ഈശ്വരതുല്യനായിട്ടോ നല്ല സുഹൃത്തായിട്ടോ ഏത് തരത്തിലാണ് കാണേണ്ടത് എന്നറിയില്ല. കാരണം ഒരു വ്യത്യാസവുമില്ല അതിലാണ്. അത്രയ്ക്ക് ഒരടുപ്പമായിരുന്നു അദ്ദേഹവുമായി. അദ്ദേഹത്തിന് വളരെ പ്രിയപ്പെട്ട അനവധി എന്നെപ്പോലെ തന്നെ പുത്രന്മാരുള്ള ആളാണ്. പുത്രൻ എന്ന് പറയുമ്പോൾ അതിന് വലിയ വ്യാപ്തിയുള്ളതാണ്. ഈ ഇരിക്കുന്ന പലരും അദ്ദേഹത്തിന് പുത്രതുല്യരാണ്. മകളെ പോലെയാണ്, മകനെ പോലെയാണ്. അതുകൊണ്ട് തന്നെ പറയാൻ പോകുന്ന മുഴുവൻ കാര്യങ്ങളും ആദ്യമേ തന്നെ മളിയൂർ, ആ പേര് പറഞ്ഞാൽ ഒരധികമാവുമല്ലോ എന്നോർത്താണ് ഈ പേര് പറയാതെ ഞാൻ ഇങ്ങനെ പോകുന്നത്. എന്നാലും ഔപചാരികമായി ഔപചാരികമായിട്ട് അദ്ദേഹത്തിൻ്റെ പേരൊന്ന് അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടു കൂടി ഞാനൊന്ന് എടുത്തു പറയുകയാണ്. മളിയൂർ ശങ്കരൻ നമ്പൂതിരിപ്പാട്. അദ്ദേഹത്തെ ഞാൻ ഒരു കവിതയിൽ എഴുതിയിരിക്കുന്നത് പരമഹംസർ എന്നാണ്. ആദ്യത്തെ ഇവിടുത്തെ ഉത്സവ ചടങ്ങുകളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് വലിയ ആഘോഷ പരിപാടികൾ നടക്കുകയാണ്. അന്ന് എൻ്റെ കയ്യിലാകെയുള്ള ഒരു തോൾ സഞ്ചിയും അതിൽ കുറച്ച് പേപ്പറും പേനയും പല്ല് തേക്കാനുള്ള പൽപ്പൊടിയും ഒരു തോർത്തും ഒരു ചെറിയ കഷ്ണം സോപ്പും ഒക്കെ ഉള്ള ഒരു കാലം. അപ്പോൾ പരിപാടി ആരംഭിച്ച കാലത്ത് ഇതുപോലെ ഈ പന്തലിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് വന്ന് ദിവസവും കിടക്കും. അന്ന് താഴെ കിടക്കാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. ഇന്നിപ്പോൾ വന്നാൽ നേരത്തെ ബുക്ക് ചെയ്താൽ ഇഷ്ടംപോലെ സൗകര്യങ്ങളുണ്ട്. ലോക പ്രശസ്തമായ ഈ ക്ഷേത്രം, അതുപോലെ തന്നെ ലോകപ്രശസ്തനായ ഈശ്വരതുല്യനായ മളിയൂർ. അന്നിങ്ങനെ ഞാൻ ഇതുപോലെ ഒറ്റയ്ക്ക് ഒരു കസേരയിലിരിക്കുന്ന സമയത്താണ് എനിക്ക് തോന്നി, അപ്പോൾ അവർ തിരുമേനിയും അമ്മയും കൂടി രണ്ടുപേരും കൈപിടിച്ചിങ്ങ് വരികയാണ്.
അത് കാണാൻ ഭാഗ്യം ഉണ്ടായവർ ഇതിനകത്ത് ആരെങ്കിലുമൊക്കെ കാണും. അതൊരു മഹാഭാഗ്യമായിരുന്നു. അങ്ങനെ ദൂരെ നിന്ന് നടന്നു വരുമ്പോൾ ഞാൻ ഈ കസേരയിലിരുന്നു. എൻ്റെ തോൾ സഞ്ചിയിൽ നിന്നൊരു പേപ്പർ എടുത്തു. പേപ്പർ എടുത്തിട്ട് ഞാൻ എഴുതി, ഭഗവാനെ കാണാൻ എന്തൊരു വഴി എന്നത് ചിന്തിച്ചപ്പോൾ കൺമുമ്പിൽ വിളങ്ങിയിടുന്നൊരു ഭാഗവതോത്തമ ഭഗവാൻ. അതാണ് അനൗൺസ് ചെയ്ത ആൾ പറഞ്ഞത്. കഴിഞ്ഞ 21 വർഷമായിട്ട് ആ പാട്ട് ഇവിടെ കാവാലം ശ്രീകുമാർ പാടുന്നുണ്ട് എല്ലാ വർഷവും. ഇപ്പം 25-ാം തീയതി ശനിയാഴ്ച അദ്ദേഹം വരും, പാടും. ഒന്നേ എനിക്ക് പറയാനുള്ളൂ, എനിക്കും അത്രേ ഉള്ളൂ. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. കാരണം മഹാരഥന്മാർ കൈകാര്യം ചെയ്തുകൊണ്ട് പോകുന്ന മഹായജ്ഞഭൂമിയാണ്. ഇവിടെ എന്നെപ്പോലെ ഒരു ശിശു ആകെയുള്ളൊരു ഗുണം എന്ന് പറയുന്നത് വ്യാസൻ എന്നൊരു പേരെനിക്ക് അച്ഛനും അമ്മയും ഇട്ടു എന്നുള്ളതാണ്. അല്ലാതെ യാതൊരു ക്വാളിറ്റിയോ ക്വാണ്ടിറ്റിയോ എനിക്കില്ല. പിന്നെ ഇവിടെ വന്നിരിക്കുന്നത് എന്നെ ഇപ്പോഴും ആ ഈശ്വരതുല്യൻ്റെ 2 പുത്രന്മാർ നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം ഞങ്ങൾ നല്ല സുഹൃത്ത് ബന്ധത്തോടെയാണ് വളർന്നു വന്നത്. കുട്ടിക്കാലത്ത് പലപ്പോഴും ദിവാകർജിയൊക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തമാശന് വഴക്കൊക്കെ പറയും, വളരെ തമാശന്. എന്നാൽ ഞാൻ പോവാന്നൊക്കെ ഞാൻ പറയും, അന്ന് പൊക്കോളം പറയും, എവിടെ പോകാൻ. അങ്ങനെ ഒരു വഴക്കും ഒരു സന്തോഷവും ഒക്കെ പങ്കിട്ട് ആ അമ്മ ആ പഴയ ഇല്ലത്തിനകത്ത് വെച്ച് പ്ലേറ്റിൽ ചോറ് വിളമ്പി തന്നതൊക്കെ ഉണ്ടത് വെച്ച് നോക്കുമ്പോൾ അതൊക്കെ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞാൽ മതി. അല്ലാതെ ഭാഗവതത്തിലെ കഥ എന്തിനു പറയുന്നു? ഭാഗവതത്തിലെ കഥ പഠിപ്പിക്കാൻ ഞാനാര്? എനിക്ക് നിങ്ങളോട് അദ്ദേഹത്തെക്കുറിച്ച് മാത്രമേ പറയാനുള്ളൂ. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഭാഗവതമാവും. അതുകൊണ്ടാണ് ഗുരുവായൂരപ്പൻ തന്നെ ഉത്തമനാം ഭക്തൻ മള്ളിയോർ പല നാളായി ചൊല്ലിക്കേട്ടത് ഭഗവാനെ നിന്നുടെ നാമം. ഭഗവാനെ കാണാനെന്തൊരു വഴിയെന്നതു ചിന്തിച്ചപ്പോൾ കൺമുമ്പിൽ വിളങ്ങിയിടുന്നൊരു ഭാഗവതോത്തമ ഭഗവൻ. ഇനി എനിക്കിവിടെ നിന്ന് ഇറങ്ങിപ്പോവാം. എന്നെ ഏൽപ്പിച്ച വിഷയം തീർന്നു. എനിക്ക് ആ പാണ്ഡവ പ്രസ്ഥം അല്ലെ അത് അവരുടെ ഭക്തി അല്ലെ പാണ്ഡവ ഉൽപ്പത്തി ഇതൊക്കെ പറഞ്ഞാൽ മതി. എന്തിന് ഞാൻ പറയുന്നു? ഇതെല്ലാം 10,000-കണക്കിന് ആൾക്കാരുടെ ചെവികളിൽ എത്തുന്ന രീതിയിൽ മധുരതരമായി എല്ലാ ദുഃഖങ്ങളും നേരിട്ട് അനുഭവിച്ചിട്ട് പിന്നീട് നിങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കാണുമ്പോൾ സന്തോഷിച്ച ആ മഹത് വ്യക്തിയുടെ തിരുസന്നിധിയിൽ ഭാഗവതം പറയാൻ ഞാൻ ആര്? ഐ ആം വെരി ബിഗ് സീറോ. പിന്നെ എന്താണ്? നോട്ട് ഓൺ അവർ മെറിറ്റ് ബട്ട് ഓൺ ഹിസ് ഗ്രേസ്. ഇതൊന്നും നമ്മുടെ കഴിവുകൊണ്ടല്ല, എല്ലാം അവിടുത്തെ കൃപ. ഇപ്പോഴീ ഇരിക്കുന്ന അമ്മമാർ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാരും സഹോദരന്മാരും അത്ര സുഖത്തിലല്ലിരിക്കുന്നത്. എന്താ കാരണം? പത്രം വായിക്കുന്നവരാണ്, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ്. ഒരു ദിവസം പോലും ഒരു ദുർമരണം കേൾക്കാത്തവരില്ല. ഒന്നുകിൽ കൊലപാതകം, ഇല്ലെങ്കിൽ വാഹനത്തിനടിയിൽ പോകുന്നത്, ഇല്ലെങ്കിൽ ട്രെയിനിനടിയിൽ പോകുന്നത്, ഇല്ലെങ്കിൽ ട്രെയിനിൽ വെച്ച് കുത്തിക്കൊല്ലുന്നത്, ഇല്ലെങ്കിൽ ആശുപത്രിയിൽ വെച്ച് കുത്തിക്കൊല്ലുന്നത്. ഇങ്ങനെ ഓരോ സംഭവങ്ങളും. കുട്ടിയെ അമ്മ പ്രസവിച്ച ഉടൻ തന്നെ കക്കൂസിലെടുത്തെറിഞ്ഞിട്ട് പോകുന്ന അമ്മ, പാറയിലടിച്ചു കൊല്ലുന്ന അമ്മ, കുട്ടിയെ കൊല്ലുന്ന പോലെ തന്നെ ഭർത്താവിനെ കൊല്ലുന്ന ഭാര്യ, ഭാര്യയെ കൊല്ലുന്ന ഭർത്താവ്. ഈ ദുരിത ദുഃഖങ്ങളൊക്കെ നമ്മളിപ്പോൾ പെട്ടെന്ന് അറിയാൻ കാരണം എന്താണ്? നമ്മുടെ കയ്യിൽ സോഷ്യൽ മീഡിയ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഫേസ്ബുക്കിലറിയാം, വാട്സപ്പിലറിയാം, ഇൻസ്റ്റാഗ്രാമിലറിയാം, ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും മാധ്യമത്തിലൂടെ നമ്മൾ അറിയും. ഒരു കാലത്ത് ഇതറിയാൻ പറ്റാത്ത ഒരു ആൾക്കാരുണ്ട്. അവരെ ഇന്നത്തെ സായിപ്പിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവർക്കൊരു ഇൻറ്റ്യൂഷൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു സിക്സ്ത് സെൻസ് പ്രവർത്തിക്കുവാൻ കഴിവുണ്ടായിരുന്നു. അങ്ങനെ ഒരാളായിരുന്നു നാരദൻ.
നമ്മളൊക്കെ നാരദൻ നാരദൻ എന്ന് കേൾക്കുമ്പോൾ ഉടനെ പറയും അവനൊരു നാരദനാകട്ടോ. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെ പറയുന്നതാണ്. അസൂയ വർത്തമാനം പറയുക, തമ്മി തല്ലിക്കുക, കുഴപ്പമുണ്ടാക്കുക എന്നൊരു ധാരണ ഉണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെ ധരിച്ചു വെച്ചവരുണ്ട്. നാരദൻ എന്ന് പറഞ്ഞാൽ നാരദ ഭക്തി സൂത്രമൊക്കെ വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നാരദൻ്റെ ഭക്തിയെക്കുറിച്ച്. തികഞ്ഞ ഭക്തിയുള്ളവൻ എന്താണ് കാരണം? ഈ സമൂഹത്തോടൊരു പ്രതിബദ്ധതയുണ്ടാകും. ഈ സമൂഹത്തോടൊരു പ്രതിബദ്ധതയില്ലാത്തത് ആർക്ക് എന്ന് ചോദിച്ചാൽ ഭക്തിയില്ലാത്തവർക്കാണ്. ഭക്തി ഉണ്ടാകണമെങ്കിൽ എന്തു വേണം? ജ്ഞാനം വേണം. ഒരു കാരണവശാലും ഒരാൾക്കും ഭക്തി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ നോക്കിയ ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നിരിക്കുമ്പോഴും ഭക്തി ഉണ്ടാകാൻ വേണ്ടി പ്രസംഗിച്ചിട്ട് കാര്യമില്ല. ഭക്തി ഉണ്ടാകുകയില്ല. ഒരാൾക്കും ഭക്തി ഉണ്ടാകുകയില്ല. ഭക്തി ഉണ്ടാകണമെങ്കിൽ വിജ്ഞാനം വേണം, അറിവ്. അതുകൊണ്ടാണ് ഇതുപോലുള്ള ജ്ഞാനയജ്ഞങ്ങൾ നടത്തുന്നത്. ഇവിടെ വന്നാൽ കിട്ടാൻ പോകുന്നത് അറിവാണ്. ഈ നോളജ് തപ്പി നടക്കുന്നവരാണ് നമ്മൾ. പലരും ഹിന്ദുവിനെ കളിയാക്കാറുണ്ട്. അവർ ഉച്ചയാകുമ്പോഴേ പോകുള്ളൂ. സപ്താഹങ്ങളിലൊക്കെ ചെന്നാൽ അവരാ പ്രസാദ ഊട്ടിൻ്റെ സമയത്തെ പോകും. അങ്ങനെയൊന്നുമല്ല, വെറുതെ പറയുന്നത്. അത് പ്രസാദ ഊട്ടിൻ്റെ സമയത്ത് വരുന്നവരുണ്ട്, ഒരു 50%. അവരൊക്കെ വീട്ടിൽ പ്രായമായ ആൾക്കാർ കാണും. അമ്മ, അച്ഛൻ, ആരെങ്കിലുമൊക്കെ പ്രായമായവർ. ഒരാടുണ്ടാവും, ഒരു കോഴി ഉണ്ടാവും, അവിടെ വളർത്തുന്ന പശു ഉണ്ടാവും. അതിനൊക്കെ വെള്ളം കൊടുത്ത് തീറ്റ കൊടുത്ത് കുട്ടികളെ സ്കൂളിലൊക്കെ അയച്ച് വരുമ്പോൾ ചിലപ്പോൾ ഒരു 11-11:30 ആയിരുന്നിരിക്കും. ആ 11:30 വന്നാൽ പോലും അവർ വന്നിരുന്ന് അത് ശ്രവിക്കുകയാണ്. കേൾവി കൊണ്ട് അറിവുണ്ടാകും. അതുകൊണ്ടാണ് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം 25% അവൻ്റെ വിദ്യാലയത്തിൽ നിന്ന് കിട്ടുകയുള്ളൂ. 25% അവന് പൊതുകാര്യങ്ങളിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ 50%. 25% സ്വയം ആർജിക്കണം. ഇങ്ങനെ 25 തിരിച്ചതിൽ അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ ആൾക്കാരും എന്നേക്കാൾ ഡിഗ്രി, PG ഒക്കെ ഉള്ളവരായിരിക്കാം. പക്ഷെ താഴെ ഇരിക്കുമ്പോൾ ഈ യജ്ഞവേദിയിലിരിക്കുന്ന ഗുരുനാഥൻ ഉള്ളതുകൊണ്ട് താഴെ ഇരിക്കുന്നവരൊക്കെ ശിഷ്യരാണ്. ഈ ശിഷ്യരിടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. കാരണം എന്താണ്? ഗുരോസ്തു മൗനിം. ഗുരു മൗനിയായിട്ടിരുന്നാലും മതി. അതുകൊണ്ടാണ് നമ്മൾ ഗുരുവിൻ്റെ ആ വിഗ്രഹം അവിടെ വെച്ചിട്ടുണ്ട്. ഗുരോസ്തു മൗനി. ഒന്നും പറയണ്ട. നിങ്ങൾ എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചോ, അതിന് ഉത്തരം ഇവിടുന്ന് കിട്ടിയിട്ടേ പോവുള്ളൂ. ശിഷ്യാൻ ചിന്ന സംശയാത്. ശിഷ്യന്മാർക്ക് എപ്പോഴും സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ മൗനിയായിരിക്കുന്ന ഗുരുവിനോടൊന്ന് സംസാരിച്ച് നോക്കൂ. ഇവിടെ നിന്ന് ഉത്തരം കിട്ടിയിട്ടേ പോകൂ. ഒരു സംശയം വേണ്ട. പിന്നെ ഈ ഗുരുവിനോട് ചോദിക്കാൻ പറ്റിയ ചോദ്യങ്ങളെ ചോദിക്കാവൂ. ഇക്കഴിഞ്ഞ ക്രിക്കറ്റ് മത്സരത്തിൽ ആരാണ് ഏറ്റവും കൂടുതൽ 6 അടിച്ചത്, ആരാണ് 4 അടിച്ചത്, ആരാണ് ഔട്ടായത്, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ കിട്ടാൻ പ്രയാസം വരും. ഈ വന്നിരിക്കുന്ന ഒരാൾ പോലും അതിന് വന്നിരിക്കുന്നവരല്ല. ഇവിടെ എല്ലാവരും ശ്രദ്ധാലുക്കളാണ്. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ശ്രദ്ധയുണ്ടാവണം. അപ്പോൾ അങ്ങനെ ഈ സമൂഹത്തിന് നന്മയുണ്ടാകണം എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും വലിയ പന്തൽ ഈ മള്ളിയൂർ ക്ഷേത്രത്തിൻ്റെ ആ തിരുമുറ്റത്ത് ഒരുക്കിയിരിക്കുന്നത്. എന്തിനാണ്? അനവധി ആൾക്കാർ വരികയും ഞാനൊഴിച്ച് ബാക്കിയുള്ള എല്ലാ ശ്രേഷ്ഠ വ്യക്തികളെയും ഇവിടെ കൊണ്ടുവന്നിരുത്തി പാരായണവും പ്രഭാഷണവും നടത്തുകയും ചെയ്യുമ്പോൾ വന്നിരിക്കുന്നവർക്ക് അവർക്ക് എന്തെങ്കിലും കിട്ടണം. അവർക്ക് ആമാശയം നിറയ്ക്കലല്ല, അവരുടെ ആശയം നിറയ്ക്കലിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സമൂഹത്തിലെ വളരെ വളരെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളുണ്ടായപ്പോൾ നാരദൻ, എൻ്റെ കുട്ടിക്കാലത്തും നിങ്ങളുടെ കുട്ടിക്കാലത്തും അങ്ങനെയാണ്. എന്തെങ്കിലും ഒരു വിഷമമുണ്ടായാൽ നമ്മൾ അച്ഛനെ വിളിച്ചാണ് കരയുന്നത്, അല്ലെ അമ്മയെ വിളിച്ച് കരയും. അമ്മയോടൊരു കാര്യം ചോദിക്കുമ്പോൾ അമ്മ എന്ത് പറയും? നീ അത് അച്ഛനോട് പറയാൻ പറയും.
അപ്പോൾ കുട്ടിയെ അച്ഛനോട് ചോദിക്കും. അതുപോലെ തന്നെ നാരദൻ ഈ സമൂഹത്തിലെ പ്രശ്നങ്ങളൊക്കെ കണ്ടപ്പോൾ തൻ്റെ അച്ഛനോട് സംസാരിക്കാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ നാരദൻ ബ്രഹ്മദേവൻ്റെ സമീപത്ത് പോയി. അച്ഛാ, എവിടെയും പ്രശ്നങ്ങളാണ്, നമുക്കിതൊന്ന് പരിഹരിക്കണ്ടേ? എവിടെയും പ്രശ്നങ്ങളാണ്. അന്ന് സോഷ്യൽ മീഡിയ ഇല്ലാത്തത് കൊണ്ട് എല്ലാവരും അറിഞ്ഞില്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ സിക്സ്ത് സെൻസ് വർക്ക് ചെയ്യുന്നത് കൊണ്ട് അതെല്ലാം കാണാൻ പറ്റുമായിരുന്നു നാരദന്. നാരദന് ഇതിനപ്പുറത്തൊരാളോട് പറയാനില്ല, അതിൻ്റെ ഏറ്റവും മുകളിലുള്ള ഒരാളോടാണ് നമുക്ക് പറയാനുള്ളത് എന്നോട് കണക്കാക്കിയാണ് അച്ഛൻ്റെ അടുക്ക പോകുന്നത്. ബ്രഹ്മദേവൻ്റെ സമീപത്ത് ചെന്നു. ബ്രഹ്മദേവൻ പറഞ്ഞു, മക്കളെ എല്ലാവരെയും ഒന്ന് വിളിച്ചു കൂട്ട്. അതാണിപ്പോൾ വിളിച്ചു കൂട്ടുന്നുണ്ടല്ലോ. ഇന്ന് മാത്രമല്ല, എല്ലാ കാലത്തും ഉണ്ട്. ഒരു സംഘം നാരായണീയം, ഒരു സംഘം തിരുവാതിര, ഒരു സംഘം ഭാഗവതം, ഒരു സംഘം ലളിതാ സഹസ്രനാമം, ഒരു സംഘം വിഷ്ണു സഹസ്രനാമം. ഇങ്ങനെ കൂട്ടായ്മകളുണ്ട്. അതാണ് സംഗച്ഛത്വം, സംവദത്വം. ഒരുമിച്ച് ചേരട്ടെ, ഒരേ മനസ്സുള്ളവരായി തീരട്ടെ. സംഗച്ഛത്വം സംവദത്വം സംവോ മനാംസി ജാനത ദേവാഭാഗം യഥാപൂർവേ. ഓരോരുത്തരും അറിയുക, അവരവരുടെ വീടുകളിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടെങ്കിൽ, മക്കളും അമ്മയും തമ്മിൽ വഴക്കുണ്ടെങ്കിൽ, അച്ഛനും മക്കളും തമ്മിൽ വഴക്കുണ്ടെങ്കിൽ ഏറ്റവും ഉത്തമമാണ് ഐകമത്യ സൂക്തം. ഐകമത്യ സൂക്തം അറിയാവോ എന്ന് ചോദിച്ചാൽ ഇതിലിരിക്കുന്ന ഒരു 25% പേർക്കേ അറിയത്തുള്ളൂ. അപ്പോൾ അവരെ പഠിപ്പിക്കുക എന്നുള്ളത് ആരുടെ ഉത്തരവാദിത്വമാണ്? അതിനാണ് ആചാര്യന്മാർ വന്നിരിക്കുന്നത്. ആചാര്യന്മാർ പഠിപ്പിക്കും. അതിന് കൂട്ടം കൂടി വരണം, ഒരുമിച്ച് വരണം. ഒരുമിച്ച് വന്നാൽ അവർക്ക് കണ്ടോ, ആവി എടുക്കാതിരിക്കാൻ ഫാന് ഇട്ട് തന്നിരിക്കുന്നു, ആവശ്യത്തിന് വെളിച്ചം, കാലേപ്പോലും മണ്ണ് പറ്റാതെ നല്ല പരവതാനി വിരിച്ചു തന്നിരിക്കുന്നു. പഴയ കാലത്തെ പോലെ ഇരുന്ന് നടുവ് വിഷമിക്കേണ്ട കാര്യമില്ല, നല്ല കസേരയിട്ട് തന്നിരിക്കുന്നു. കേൾക്കാൻ അതിസുന്ദരമായ മൈക്ക് സെറ്റ്, വലിയ സെറ്റ് നന്നായിട്ട് പ്രവർത്തിക്കുന്നു. ഇവിടെ വരുന്നവരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യാൻ നമ്മുടെ പ്രിയ സുഹൃത്ത് അനൗൺസ് ചെയ്യുന്ന ആൾ എൻ്റെ ഇവിടെ വരുന്ന കാലം മുതലേ ഞാൻ കേൾക്കുന്ന ശബ്ദമാണ്. അത്ര മധുരതരമായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനും കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ശബ്ദം കേൾക്കാത്ത മള്ളിയൂർ ഒരാഘോഷവും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തുമ്പോൾ ഇരിക്കണമെങ്കിൽ, വരണമെങ്കിൽ, ഒരു ദിവസമെങ്കിലും വരണമെങ്കിൽ ഭാഗ്യം വേണം, അറിവ് വേണം. പൂർവജന്മകൃതം പാപം, കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്ത പാപത്തിൻ്റെ ഫലം കൊണ്ട് ഈ പന്തലിൽ വന്നിരിക്കാൻ പറ്റില്ല. പൂർവജന്മകൃതം പാപം വ്യാധിരൂപേണ ജായതേ എന്നാണ്. രോഗങ്ങളായിട്ട് വരും നമ്മുടെ പൂർവ്വജന്മത്തിൽ ചെയ്ത കാര്യങ്ങളൊക്കെ. ഇതിനു മുമ്പ് ചെയ്ത കാര്യങ്ങളൊക്കെ വല്ല ഓർമ്മയുണ്ടോ ആരെങ്കിലും? നമ്മുടെ പൂർവ്വജന്മം ആരാണ്? ഒറ്റ ആളെങ്കിലും ഓർക്കുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് പൂർവ്വജന്മത്തിലെ 7 തലമുറ എന്ന് പറയുന്നത്. 7 തലമുറ. ആ 7 തലമുറയ്ക്ക് അപ്പുറത്ത്, അതാണ് ബലിയിടുമ്പോൾ പറയുന്നത്, 7 തലമുറയ്ക്കുള്ളവർക്ക് ബലിയിട്ടോളെ. കർക്കിടക മാസത്തിലോ അല്ല സാധാരണ വാർഷികമായിട്ടോ ഒക്കെ ബലിയിടുന്നവരോട് പറഞ്ഞു കൊടുക്കുന്നതാണ് 7 തലമുറയ്ക്ക് ബലിയിട്ടോളെ. ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു അമ്മയ്ക്കോ സഹോദരിക്കോ ഗർഭാശയ രോഗം ഉണ്ടെന്നിരിക്കട്ടെ, ആ ഗൈനക്കോളജിസ്റ്റ് ചോദിക്കുന്നതാണ്, അമ്മയ്ക്ക് അതുണ്ടായിരുന്നോ? ഇല്ല, അമ്മയ്ക്കില്ലായിരുന്നു. എന്നാൽ മുത്തശ്ശിക്കുണ്ടായിരുന്നോ? മുത്തശ്ശിക്കൊണ്ടോന്ന് അറിയത്തില്ല. വീട്ടിൽ ആർക്കോ കാണും, അത് ഉറപ്പത്. ഇപ്പോഴാണ് പറയുന്നത് ക്യാൻസറും ഹെറിഡിറ്ററിയാണ് എന്ന്. ക്യാൻസറും അങ്ങനെ വരാം, ലിവറിൻ്റെ പ്രോബ്ലം വരാം, ഹാർട്ടിൻ്റെ പ്രോബ്ലം വരാം, ഷുഗർ പാരമ്പര്യമായിട്ട് വരുന്നു. എല്ലാ രോഗങ്ങളും അങ്ങനെ വരുന്നു. അച്ഛൻ്റെ അമ്മയുടെയും സ്വത്തിന് വേണ്ടിയിട്ട് മത്സരം കൂടുന്ന മക്കൾ ഓർക്കുക, അവരുടെ സ്വത്തിൻ്റെ അവകാശം പോലെ തന്നെയാണ് ആ അച്ഛൻ സമ്പാദിച്ചു വെച്ചതിൻ്റെ ഒരു ഭാഗം മേടിക്കുന്നത് പോലെയാണ് അച്ഛൻ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം നമ്മൾ വാങ്ങുന്നത്. അച്ഛൻ എവിടുന്ന് കിട്ടി? മുത്തച്ഛൻ കൊടുത്തു. മുത്തച്ഛൻ എവിടുന്ന് കിട്ടി? മുത്തച്ഛൻ്റെ അച്ഛൻ കൊടുത്തു. മുത്തച്ഛൻ്റെ അച്ഛൻ എവിടുന്ന് കിട്ടി? അതിൻ്റെ അച്ഛൻ കൊടുത്തു. അങ്ങനെ 7 തലമുറ. 7 തലമുറയും കഴിയുമ്പോൾ പുട്ടെടുക്കുന്നത് പോലെയാണ്, അതങ്ങ് തീരും. പിന്നെ വേറെ പുട്ടിടണം, വേറെ അരിപ്പൊടി ഇടണം,
അപ്പോൾ 7 തലമുറയ്ക്കിടയിലുള്ള കാര്യങ്ങൾ നിശ്ചയമായിട്ടും നമുക്ക് വരും. നമുക്ക് വന്നിരിക്കുന്ന അസുഖം നമ്മുടെ മക്കൾക്ക് വരരുതേ എന്ന് വിചാരിക്കണം. ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇടണം. ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് നമ്മുടെ മക്കൾക്ക് ഇത് അനുഭവിക്കാനുള്ള ഗതികേട് വരരുതേ എന്ന്. ഷുഗറുള്ള അച്ഛനും അമ്മയും വിചാരിക്കുന്ന എൻ്റെ മക്കൾക്കുണ്ടാവരുതേ എന്നാണ്. ലിവറിന് പ്രോബ്ലമുള്ള അച്ഛനും അമ്മയും വിചാരിക്കുന്ന എൻ്റെ മക്കൾക്കുണ്ടാവരുതേ എന്നാണ്. അതിനെന്താ ചെയ്യുന്നത്? നമ്മൾ ചെയ്തിരിക്കുന്ന പാപങ്ങളുടെ അച്ഛൻ 7 തലമുറയ്ക്കിടയിൽ ചെയ്തവരുടെ പാപങ്ങളെല്ലാം നമ്മൾ ഇവിടെ കഴുകിക്കളയണം. കഴുകിക്കളയണമെങ്കിൽ എവിടെ പോകണം? ഇപ്പം മഹാകുംഭമേള നടക്കുകയാണ്. കുംഭമേളയിൽ ഗംഗാജലത്തിൽ മുങ്ങിയിട്ട് കാര്യമില്ല. അത് മറ്റൊരു കാര്യമില്ലെന്നല്ല ഞാൻ പറയുന്നത്, പോകരുതെന്നല്ല. അതിലും ഏറ്റവും ഉത്തമമാണ് ഒരു കുടുംബത്തിൽ ഭാഗവതം. ഭക്തിവർദ്ധകമാണ്. ഗർവിനെ അവസാനിപ്പിക്കുന്നതാണ്. വിദ്യാവർദ്ധകമാണ്. താപത്രയങ്ങളെ നീക്കുന്നതാണ്. ആദിദൈവികം, ആദിഭൗതികം, ആധ്യാത്മികം. ഈ ദുഃഖങ്ങളെ മാറ്റുന്നതാണ്. ഇതെല്ലാം നീ പോയി പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു മകനോട്. അപ്പോൾ മകൻ അച്ഛനോട് ചോദിക്കുക, എവിടെ പോയി ഇരുന്ന് പറഞ്ഞു കൊടുക്കും? എല്ലാ സ്ഥലത്തും മൂശേട്ടയാണ്. മൂശേട്ടയുള്ള സ്ഥലത്തിരുന്ന് യജ്ഞം നടത്തിയിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും അനൗൺസ് ചെയ്തത്, ഇവിടെ ഗണപതി ഹോമമുണ്ട്, മറ്റർച്ചനകളുണ്ട്, പൂജ നടക്കുന്നുണ്ട്, പറ നിറയ്ക്കുന്നുണ്ട്, ഒക്കെ നടക്കുന്ന സ്ഥലത്താണ് ലക്ഷ്മി സാന്നിധ്യമുള്ളത്. ലക്ഷ്മി സാന്നിധ്യമുള്ള സ്ഥലത്തിരുന്ന് വേണം പറഞ്ഞു കൊടുക്കാൻ. അതുകൊണ്ടാണ് നമ്മുടെ വിദ്യാലയങ്ങൾക്കൊക്കെ ഒരു പേരിട്ടിരിക്കുന്നത് സരസ്വതി നിലയം എന്ന്. സരസ്വതി ആരാ? ലക്ഷ്മി തന്നെയാണ്. ലക്ഷ്മി ആരാ? ലക്ഷ്മി തന്നെയാണ് വിദ്യാദേവത. ലക്ഷ്മി തന്നെയാണ് സമ്പത്തിൻ്റെ ദേവത. വ്യത്യസ്തമായി നമ്മളൊന്ന് പേര് പറഞ്ഞു എന്ന് മാത്രം. ആ ദേവീ ചൈതന്യം ഉള്ള സ്ഥലത്തിരുന്ന് വേണം. അതുകൊണ്ടാണ് ലക്ഷ്മി ഗണേഷ് പൂജ നടത്തുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ വിചാരിക്കും ഗണപതി മാത്രമേ ഉള്ളൂ. നല്ല സർവ്വ ഐശ്വര്യം തരുവാൻ വേണ്ടി ലക്ഷ്മി കൂടെയുണ്ട്. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. ലക്ഷ്മിയോടൊപ്പമാണ് ഗണപതി ഇരിക്കുന്നത്, ലക്ഷ്മിയോടൊപ്പമാണ് മഹാവിഷ്ണു ഇരിക്കുന്നത്, ലക്ഷ്മിയോടൊപ്പമാണ് ഗുരുവായൂരപ്പൻ ഇരിക്കുന്നത്, ലക്ഷ്മിയോടൊപ്പമാണ് ശിവൻ ഇരിക്കുന്നത്, ശിവനോടൊപ്പമാണ് ലക്ഷ്മി ഇരിക്കുന്നത്. ലക്ഷ്മി ഇരിക്കുന്നിടത്താണ് പാർവതി തന്നെ. അപ്പോൾ ലക്ഷ്മിയും പാർവതിയും ഒക്കെ ഒന്ന് തന്നെയാണ്. നമ്മളുടെ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ പരക്കം പായുകയാണിപ്പോൾ, തപ്പി നടക്കുകയാണ് എവിടെ എവിടെ എവിടെ. അതുകൊണ്ടാണ് ആൾക്കാരെ വിളിച്ചു കൂട്ടിയിരുത്തി അവരോട് സത്സംഗം നടത്തണം. ഇത് സത്യത്തിൽ ഇതിൻ്റെ പേര് അങ്ങനെയാണ്, സത്സംഗം എന്നാണ്. സത്ത് എന്ന് പറഞ്ഞാൽ നല്ലത്, നല്ല സംഗമമാണിത്. ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരാളെ കൊല്ലാൻ പറ്റുന്നവരുടെ ഒന്ന് കൈപൊക്കിക്കേ. ഒരാളെങ്കിലും. വീട്ടിലെ എലിയെ പിടിച്ചാൽ ദൂരെ കൊണ്ട് ഇറക്കി വിടുന്ന ആൾക്കാരെ നമുക്കറിയാം. വീട്ടിലേക്ക് കയറി വരുന്ന ഒരു പട്ടി കുഴപ്പക്കാരനാണെങ്കിൽ പോലും അതിൻ്റെ തലക്കടിക്കാൻ കൊള്ളിയല്ലാത്തവരായി ഇരിക്കുന്നത്. ഒരെണ്ണം വലിയ വർത്താനൊക്കെ പറയും, അടിച്ചതിൻ്റെ എല്ലാം ഊരും കേട്ടോ എന്നൊക്കെ പറയും, പക്ഷേ ചെയ്യാൻ കൊള്ളൂല. അതാണ് സത്സംഗം. സത്സംഗം കൊണ്ട് കിട്ടുന്ന ഗുണം അതാണ് നല്ലവരുടെ കൂട്ടുചേരൽ. ആ സത്സംഗത്തിലൂടെ മാത്രമേ നമുക്കൊരു നിസ്സംഗത്വം ഉണ്ടാവുകയുള്ളൂ. ഇതെല്ലാം എവിടെ ഇരുന്ന് പറഞ്ഞു കൊടുക്കണം? ലക്ഷ്മി സാന്നിധ്യമുള്ള സ്ഥലത്ത് പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ടാണ് ലക്ഷ്മി സാന്നിധ്യം ഉണ്ടാകാൻ നമ്മുടെ വീട്ടിലൊക്കെ ഒരു ഗണപതി ഹോമം നടത്തുന്നതും. ആ ഹോമകുണ്ഡം നിശ്ചയമായും പശുവിൻ്റെ ചാണകം കൊണ്ട് മെഴുകണം. പശുവിൻ്റെ ചാണകം കൊണ്ട് ഹോമകുണ്ഡം മെഴുകുമ്പോൾ ലക്ഷ്മി സാന്നിധ്യമായി അവിടെ. അപ്പോഴാണ് ലക്ഷ്മി ഗണേഷ് പൂജ നടക്കുന്നത്. ആ ലക്ഷ്മി ഗണേഷ് പൂജ നടക്കുമ്പോൾ പ്രത്യേകിച്ച് മള്ളിയൂർ ക്ഷേത്രത്തിൽ വന്ന് ഇവിടുത്തെ പ്രധാന വഴിപാടുകളൊക്കെ ചെയ്തിട്ട് 100,000 ആൾക്കാർക്കാണ് ഫലമുണ്ടായിരിക്കുന്നത്. 1000 ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു അനുഭവമുള്ളവരാണ് ഇവിടെ വന്നിരിക്കുന്നവരൊക്കെ. ഇനി ഇതിൻ്റെ 100 ഇരട്ടി ആൾക്കാരുണ്ട്. അവരൊന്നും വരാത്തതിന് നമ്മൾ കുറ്റപ്പെടുത്തണ്ട. അവരൊക്കെ വരണമെങ്കിൽ കുറച്ച് അവരുടെ വീട്ടിലെ തിരക്ക് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്, വരട്ടെ.
എവിടെ പോകാനാണ്? എത്രയോ അധികം ആൾക്കാരെ നമുക്കറിയാം, എത്രയോ നിരീശ്വരവാദികളെ നമുക്കറിയാം. ഇവിടെ നിരീശ്വരവാദികളുടെയും ചാർവാകന്മാരുടെ പോലും നാടാണ് ഭാരതം. അതുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞത് എല്ലാവരെയും വിളിച്ചു കൂട്ടണം. അപ്പോൾ അച്ഛനോട് ചോദിച്ചു, എവിടെ വിളിച്ചു കൂട്ടും? അപ്പോഴാണ് അച്ഛൻ പറഞ്ഞു, ഞാൻ നിനക്കൊരു ചക്രം തരാം. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ അച്ഛൻ ഉണ്ടാക്കി തന്നിട്ടൊരു ഈ മടക്കല കീറിയിട്ടൊരു കഷ്ണം ഇങ്ങനെ ചുറ്റിച്ച് എന്നിട്ട് അത് ഓടിച്ചു നടക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ തടി കൊണ്ടുണ്ടാക്കിയ ചക്രം ഇങ്ങനെ ഓടിച്ചു നടക്കും. ആ കുട്ടിക്കാലത്ത് അതാണ്. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ മകനോട് പറഞ്ഞു, ഞാനൊരു ചക്രം തരാം. ആ ചക്രം നീ ഉരുട്ടി വിടണം. ഉരുട്ടി വിട്ട് കഴിയുമ്പോൾ അതിൻ്റെ പിന്നാലെ നീ പോകണം. ഞാനും നിങ്ങളും അടക്കം പോകുന്നത് എങ്ങോട്ടാണ്? സത്യം പറ. കാനഡയ്ക്ക് പോകണം എന്തിനു വേണ്ടിയാ? ടൂർ പോണതാണ്. UK പോകണം എന്തിനാ? US പോകുന്നത്, ഓസ്ട്രേലിയ, അയർലൻഡ്, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒറ്റ കാര്യത്തിൻ്റെ പിന്നാലെയാണ് പോകുന്നത്, ചക്രത്തിൻ്റെ പിന്നാലെയാണ്. അല്ലെന്നുള്ളവർക്ക് കൈപോക്കാം. ഞാൻ സൗദി പോയത് അവിടെ മക്ക മദീന ഒന്ന് കാണാൻ വേണ്ടി പോയതാണ്. ഇവിടുന്ന് എന്ത് കട്ടപ്പെട്ടേ. മക്ക മദീനെ പോവുകയോ ഇനിയിപ്പോൾ ഹജ്ജിന് പോകുന്നവരുടെ പോലും ലക്ഷ്യം എന്തായിരിക്കും? എന്നോട് എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഹാജിയാർ, പറഞ്ഞതാണ്. അവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും ഒന്ന് കൊണ്ടുവരണം. എല്ലാവരും അതെ. മള്ളി ഒരു സത്താഹത്തിലേക്ക് വന്നു, സത്രത്തിൽ വന്നിരുന്നു. ഒരു ബിസ്ക്കറ്റ് കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ കഴിക്കാനുള്ള ഒരു ബിസ്ക്കറ്റ് പോലും ഇതിനകത്തില്ല. അതൊക്കെ അവിടെ സൗകര്യമായിട്ട് അപ്പുറത്തൊക്കെ വെച്ചിട്ടുണ്ട്. കഴിക്കാനുള്ള ഒരു ബിസ്ക്കറ്റെങ്കിലും കൊണ്ടുപോകണമെന്ന് വിചാരിച്ചു വന്നവരല്ല ഇവിടെ ഇരിക്കുന്നവർ. ഇവിടെ വന്നിട്ട് ഡോളർ കൊണ്ടുപോകണം എന്ന് വിചാരിച്ചു വന്നവരല്ല. ഇവിടെ വന്നിട്ടൊരു 10 റിയാൽ കൊണ്ടുപോകണം എന്ന് വിചാരിച്ചു വന്നവരല്ല ഒരാൾ പോലും. വന്നത് ഈ സംസാരിക്കുന്ന ആൾക്കാർ 1000 കാര്യം പറഞ്ഞെങ്കിൽ അതിൽ 2 എണ്ണമെങ്കിലും എനിക്ക് പ്രയോജനമുള്ളതായിരിക്കും എന്ന് വിചാരിച്ചു വന്നവരാ. നിങ്ങൾക്ക് വേണോ? നിങ്ങൾക്ക് അതിനനുസരിച്ച് ജീവിക്കാം. നിങ്ങൾക്ക് വേണോ എന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഇഫ് യു വാണ്ട് യു മസ്റ്റ് ട്രൈ. നിങ്ങൾക്ക് വേണോ? ശ്രമിക്കണം. ആ ശ്രമത്തിൻ്റെ ഫലമാണ് ഇവിടെ വന്ന് ഈ സദസ്സ് നിറഞ്ഞിരിക്കുന്നവർ. ലക്ഷ്മി സാന്നിധ്യം ഉള്ളതുകൊണ്ട് അവിടെ ഇരിക്കുന്നതില്ല, ഇപ്പം പോയനെ. ആ ലക്ഷ്മി സാന്നിധ്യമുള്ള സ്ഥലത്ത് യജ്ഞം നടത്താനാണ് അച്ഛൻ മകനോട് പറഞ്ഞത്. അങ്ങനെ ചക്രം ഉരുട്ടി വിട്ടു. ചക്രം തോട്, പാടങ്ങൾ, വനങ്ങൾ ഒക്കെ കയറി ഇറങ്ങി അങ്ങനെ പോയി. അതിൻ്റെ പിന്നാലെ നാരദനും പോയി. നടന്ന് ഓടി ഈ ചക്രത്തിൻ്റെ പിന്നാലെ. ചക്രം ഒരു സ്ഥലത്ത് പോയി നിന്നു. ആ ചക്രം നിന്ന സ്ഥലത്തൊന്ന് ചുറ്റും നോക്കണം. എത്ര മനോഹരം! നല്ല പക്ഷികൾ, നല്ല മൃഗങ്ങൾ, വൈരമില്ലാത്ത മൃഗങ്ങൾ, ഒരു ഭയവുമില്ലാതെ മൃഗങ്ങളും പക്ഷികളും സ്വൈരം ഹരിക്കുന്ന നല്ല പച്ച പുൽ മെത്ത വിരിച്ചതുപോലുള്ള പ്രദേശം, അതിസുന്ദരമായ പ്രദേശം. ആവശ്യത്തിലേറെ വെള്ളം കുടിക്കാൻ, കുളിക്കാൻ എല്ലാ സൗകര്യങ്ങളുമുള്ള ആ പ്രദേശം. ആ പ്രദേശത്തിൻ്റെ പേരാണ് നൈമിഷാരണ്യം. ആ നൈമിഷാരണ്യത്തിലേക്കാണ്. ഇവിടെ ഞാനൊരു കാര്യം പറയാം. കോടിക്കണക്കിന് രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിലും ഒരു യജ്ഞം നടത്താൻ പറ്റില്ല. കോടിക്കണക്കിന് രൂപയുണ്ടെങ്കിലും ഒരാളെ കൊണ്ട് ഒറ്റയ്ക്ക് നടത്താൻ പറ്റില്ല. പരസഹായം വേണം. ഇവിടെ തന്നെ 100 കണക്കിന് ആൾക്കാരുടെ പ്രവർത്തനത്തിൻ്റെ ഫലമാണിതൊക്കെ. 100 കണക്കിന് ആൾക്കാരുടെ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് ഈ മഹായജ്ഞഭൂമി. അപ്പോൾ അതുകൊണ്ട് നാരദൻ ആ സ്ഥലം കണ്ടുപിടിച്ച് കാര്യം പറഞ്ഞാൽ, പക്ഷേ ഈ സ്ഥലത്ത് യജ്ഞം നടത്തണമെങ്കിൽ ഇനി അനവധി ആൾക്കാരുടെ സഹായം വേണം. ആരെ വിളിക്കണം എന്ന് തീരുമാനിച്ചു. അപ്പോഴാണ് അദ്ദേഹം ശൗനകാദി മഹർഷിമാരെ വിളിച്ചു. ശൗനകാദി മഹർഷിമാർ വന്നു. ഓരോരുത്തർ ഓരോ ഡ്യൂട്ടി ഏറ്റെടുത്തു. അതെല്ലാം ഭംഗിയായിട്ട് നടന്നു. അത് കഴിഞ്ഞപ്പോൾ ഈ യജ്ഞം നടത്തണമെങ്കിൽ ഒരാൾ വേണം. ഈ താഴെ വന്നിരിക്കുന്നവരൊക്കെ വിവരദോഷികളൊന്നുമല്ല, ഒന്നിനൊന്നിനും മെച്ചമായി വന്നിരിക്കുന്നവരൊക്കെ.
അറിവിൻ്റെ കാര്യത്തിൽ ഈ ഇരിക്കുന്ന ആളിനേക്കാൾ 10 ഇരട്ടി അറിവുള്ള ആൾക്കാരാണ് ഈ താഴെ വന്നിരുന്നിരിക്കുന്നത്. അവരൊരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയുവാൻ യോഗ്യനായിട്ടുള്ള ഒരാളെ വിളിക്കണം. ഹൂ ഈസ് ദാറ്റ് ഫെലോ? ആരാണ് വേണ്ടത്? ആരെ വിളിക്കും? വേദവ്യാസനെ വിളിച്ചേക്കാം. 18 പുരാണങ്ങളും ഇതിഹാസങ്ങളും ആരണ്യകങ്ങളും ഉപനിഷത്തുകളും ഒക്കെ തയ്യാറാക്കിയിട്ടുള്ള. അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ ഡേറ്റ് ഇല്ല. എന്നാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ പുത്രനാണ് പിന്നെ കുറച്ചുകൂടി യോഗ്യൻ. വിളിച്ചേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ശുഗൻ്റെ അടുത്ത് ചെന്നപ്പം അവിടെയും ഡേറ്റില്ല. പിന്നെ ഉള്ളതിൽ ഭേദം എന്ന് പറയുന്നത് ആരാണ് വേണ്ടത് എന്ന് ചിന്തിച്ചപ്പോൾ അപ്പോഴാണ് സൂതനെ കിട്ടി. സൂതനെ വിളിച്ചിരുത്തി സൂതൻ്റെ മുമ്പിൽ വന്ന് ശൗനകാദി മഹർഷിമാരൊക്കെ ഉപവിഷ്ടരായി. നാരദനും അങ്ങനെ പണ്ഡിത ശ്രേഷ്ഠന്മാർ ഈ താഴെ ഇരിക്കുന്നത്, ഈ ഇരിക്കുന്നതല്ല, ഈ താഴെ ഇരിക്കുന്നവർ, അവരോരോ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ധർമ്മം എന്താണ്? നീതി എന്താണ്? ന്യായം എന്താണ്? തത്വം എന്താണ്? തത്വസംഹിത, അനവധി ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ പറഞ്ഞു, എൻ്റെ ഗുരുനാഥൻ, എൻ്റെ ഗുരുനാഥൻ. നിങ്ങൾക്കറിയാമല്ലോ അല്ലേ എൻ്റെ ഗുരുനാഥൻ ആരാന്ന്? അറിയാമല്ലേ? അമ്മയ്ക്കറിയാമല്ലേ എൻ്റെ ഗുരുനാഥൻ ആരാന്ന്? കഥയിലാണെന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറഞ്ഞേനെ. അമ്മ ആ കഥയിൽ തന്നെ ആയതുകൊണ്ടാണ് ആ കറക്റ്റ് ഉത്തരം പറഞ്ഞത്. വേദവ്യാസൻ. ആ വേദവ്യാസൻ ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് 18 പുരാണങ്ങളും ഉപപുരാണങ്ങളും ഇതിഹാസങ്ങളും ആരണ്യകങ്ങളും ബ്രഹ്മസൂത്രവും ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാം. ശ്രദ്ധയോടെ കേൾക്കണം. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. അവിടെ ഇവിടെയൊക്കെ നോക്കിയിരുന്നാൽ കിട്ടിയാൽ നേരെ ഇരിക്കണം, അത് ശ്രദ്ധിച്ചിരിക്കണം. അത്യാവശ്യം വല്ലതും കിട്ടിയെങ്കിൽ വല്ലതും നിങ്ങൾക്ക് ഇതുവരെ അറിയാത്ത വല്ലതും ഉണ്ടെങ്കിൽ എഴുതിയെടുത്തോണം. യജ്ഞം ആരംഭിക്കുകയാണ്. യജ്ഞം ആരംഭിച്ചപ്പോൾ എനിക്ക് എൻ്റെ ഗുരുനാഥൻ എഴുതി വെച്ചതാണ് പറയാൻ പോകുന്നത്. ആരെയാണ് പഠിപ്പിച്ചത്? അത് ഇത് എന്നെ പഠിപ്പിച്ചതല്ല, അതും കേൾക്കണം. എൻ്റെ ഗുരുനാഥൻ വേദവ്യാസൻ പുത്രനായ ശുഗന് ഇരുന്ന് പഠിപ്പിച്ചു കൊടുത്തോണ്ടിരിക്കുക. അപ്പം ഞാൻ അതിൻ്റെ പിന്നിൽ പോയി ഇരുന്ന് കേട്ട് 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 പഠിച്ചതാണ്. അതുകൊണ്ട് എന്താണ്, ഞാൻ ഈ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ സൂതനും പറഞ്ഞു, ഈ ഇരിക്കുന്ന പി കെ വ്യാസനും പറഞ്ഞു. എൻ്റെ പേര് പി കെ വ്യാസൻ എന്നാണ്. പി കെ വ്യാസനും പറഞ്ഞു, അവതരിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും കുഴപ്പങ്ങളോ തെറ്റുകളോ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം എൻ്റെ സ്വന്തം. നിങ്ങൾക്കിതിനകത്ത് നിന്ന് ഗുണമുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം അവിടെ നിന്ന് എഴുതി വെച്ചതാണ്. ഇതേ എനിക്കും പറയാനുള്ളൂ. അദ്ദേഹം പറഞ്ഞ കാര്യം തന്നെ. അങ്ങനെ അവതരിപ്പിക്കാൻ തുടങ്ങി. അവതരിപ്പിക്കുന്ന കൂടെ അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങയുടെ ഗുരുനാഥൻ്റെ ജനനമൊക്കെ ഞങ്ങൾക്കറിയാം, വേദവ്യാസൻ, എന്നാലും അങ്ങയുടെ അമൃതമൊഴികളിലൂടെ ഒന്ന് കേൾക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ വ്യാസോൽപത്തി കേട്ടു. ഞാനത് വിശദീകരിക്കുന്നില്ല കേട്ടോ, കാരണം സമയമില്ലാത്തതുകൊണ്ട്. 1 മണിക്കൂറല്ലേ ഉള്ളൂ. 1 മണിക്കൂർ കൊണ്ടൊന്നും ഇത് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. വ്യാസോൽപത്തി പറഞ്ഞു. വ്യാസോൽപത്തി പറഞ്ഞ കൂടെ ഒരു പോയിൻ്റെങ്കിലും നമ്മളിത് കേട്ടിട്ട് പോയാൽ നന്നായിരിക്കും. ഇപ്പോൾ എല്ലാവരും തന്നെ ഈ ഇരിക്കുന്നവരൊക്കെ മകളുടെ കല്യാണം, മകൻ്റെ കല്യാണം വരട്ടെ, ഉറപ്പാണ് തലക്കുറി വെച്ചിട്ട് ജ്യോത്സ്യനെ കണ്ട് ഒത്തു നോക്കാത്തവരുണ്ടാവില്ല. അഥവാ ഒത്തു നോക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ വേറെ നേരത്തെ തന്നെ ഒത്തു നോക്കിയതാ. അച്ഛനും അമ്മയും കൂടി ആലോചിച്ചാണ് നടക്കുന്നതെങ്കിൽ ഒത്തു നോക്കും. തലക്കുറി കൊണ്ട് വയ്ക്കും. എന്നിട്ട് നോക്കൂ എത്ര പൊരുത്തമുണ്ട്. 10ൽ 7 പൊരുത്തമുണ്ട്, കുഴപ്പമില്ല. അങ്ങനെ പൊരുത്തമൊക്കെ നോക്കിയിട്ട് കല്യാണം കഴിക്കുമ്പോൾ 7 പൊരുത്തം നോക്കിയൊന്നും കല്യാണം കഴിപ്പിക്കരുത്. അതിനകത്ത് കുഴപ്പമുള്ള 2-3 കാര്യങ്ങളുണ്ട്. അത് ശരിയാണോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ 7 പൊരുത്തമല്ല 9 പൊരുത്തമല്ല 8 പൊരുത്തം ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു കാര്യവുമില്ല. അത് വേണ്ട പോലെ അത് പരിശോധിച്ച് നടത്തേണ്ടതാണ്. അതിനെന്താ വേണ്ടത്? അറിയാവുന്ന ഭൂതം ഭാവി വർത്തമാനം ത്രികാല ജ്ഞാനികളെ കാണണം.
അല്ലാതെ ആരെയെങ്കിലും കണ്ടിട്ട് ഒന്ന് നോക്കാൻ പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. ത്രികാലജ്ഞാനികളായിരിക്കണം. മനസ്സിലായല്ലോ? പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ ഇതറിയാവുന്നവരായിരിക്കണം. അങ്ങനെ ഒരാൾ ഈ യമുന നദിയുടെ തീരത്ത് കൂടി നടന്നു വരികയാണ്. അദ്ദേഹത്തിന് ഇതൊക്കെ അറിയാം. അദ്ദേഹത്തിന് ഒറ്റ പരിപാടിയുള്ളൂ, ഗവേഷണം മാത്രം. ഇപ്പോൾ നമ്മുടെ ഗംഗാ നദിയിൽ സ്നാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫെബ്രുവരി 26 വരെയോ മറ്റോ തോന്നുന്നു. സ്നാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊക്കെ നമ്മളും പല ആൾക്കാരും പറയും അഘോരികൾ വരുന്നു, നാഗസന്യാസികൾ വരുന്നു. അഘോരികളാരും അങ്ങനെ തുണി കൊടുക്കാത്തവരാണ് എന്നൊക്കെ പറയും. അഘോരികൾ എന്ന് പറഞ്ഞാൽ ഘോരമില്ലാത്തവർ എന്നാണ്. അവർ യാതൊരു കാരണവശാലും തുണി കൊടുക്കാത്തവരല്ല. അവർ ധരിക്കുന്നത് കറുത്ത വസ്ത്രമാണെന്ന് മാത്രം. അവരുടെ ജീവിതത്തിൽ ഒരാളുമായിട്ട് ഒരു ഏർപ്പാടുമായിട്ട് ഒരു അറ്റാച്ച്മെൻ്റ് ഇല്ലാത്തവരാ, ഡിറ്റാച്ച്മെൻറ്റും ഇല്ല. ഒറ്റ കാര്യമുള്ളൂ, ശങ്കരാചാര്യരുടെ നിർദ്ദേശപ്രകാരം രാഷ്ട്രത്തോടാണ് ബന്ധം. രാഷ്ട്ര സംരക്ഷണമാണ് അവരുടെ ലക്ഷ്യം. ആ രാഷ്ട്ര സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഹിമാലയ സാനുക്കളിൽ നിന്നൊക്കെ വർഷങ്ങൾക്ക് ശേഷമൊക്കെയാണ് പുറത്തേക്കൊന്ന് ഇറങ്ങി വന്ന് സ്നാനഘട്ടിൽ വരുന്നു. അത്രയ്ക്ക് ഊർജ്ജപ്രവാഹം. ഇപ്പോൾ ഈ ലൈറ്റെല്ലാം അങ്ങ് ഓഫ് ചെയ്ത് നിൽക്കട്ടെ, ഇരുട്ടാവും. ഇപ്പോൾ ഇവിടെ ഉള്ള മുഴുവൻ ലൈറ്റും അതിൻ്റെ കൂടെ ഒരു 100 ലൈറ്റും കൂടി ഇട്ടാൽ എത്രമാത്രം പ്രകാശമാവുമോ അതുപോലെ പ്രകാശപൂരിതവും ഊർജ്ജവുമാണ് ഇപ്പോൾ ആ സ്നാനഘട്ടിലുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളിതൊന്നും അറിയാതെ ചുമ്മാ അവിടെ പോയാൽ പോലും അവരുടെ ഓറ നമ്മുടെ ഈ ഹ്യൂമൻ ബോഡിയിലേക്ക് വന്നു ചേരും. അതിനു വേണ്ടിയിട്ട് അവർ സംഭരിച്ചു വെച്ചിരിക്കുന്നത് ഇതേ കുംഭകോളം ഇനി 140 വർഷം കഴിഞ്ഞേ ഉള്ളൂ. ഇനി നമ്മുടെ ഈ യുഗത്തിലില്ല. ഇപ്പോൾ പോയാൽ അല്ലാത്ത കുംഭമേളകളൊക്കെ നടക്കും. ഈ കുംഭമേളയ്ക്ക് വരുന്ന അനവധി ആൾക്കാർ വരുന്നത് കൊണ്ട് അവിടെ ഊർജപ്രവാഹമാണ്. ഇവിടെ വന്നിരുന്ന് വായിക്കുന്നവരുടെയും പ്രഭാഷണം നടത്തുന്നവരുടെയും ഒക്കെ ഓറ ഈ താഴെ വന്നിരിക്കുന്നവരിലേക്ക് അവർ വലിച്ചെടുക്കും, നിങ്ങളറിയാതെ. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ പ്രഭാഷണങ്ങൾ തീരാറാകുമ്പോഴത്തേക്കും ടയർഡാവും. കാരണം ഇവിടെ നിന്ന് ഈ ഓറ നിങ്ങളറിയാതെ നിങ്ങളങ്ങ് വലിക്കും. ഇതേ വലിക്കാനാണ് നമ്മളൊക്കെ പോണത് അവിടെ. അല്ല, നമ്മൾ അഘോരിയായിട്ടോ നാഗസന്യാസിയായിട്ടോ അല്ല. നമ്മൾ പോകുന്നത് ആ ചൈതന്യത്തെ നമ്മൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അതേ ചൈതന്യം സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ക്ഷേത്രത്തിൽ പോകുന്നതും. ക്ഷേത്രത്തിൽ ചെല്ലുന്ന സമയത്തും അവിടെ അതിശക്തമായ ഓറയുണ്ട്. നമുക്കൊന്നും അറിയാൻ മേലാതെ അവിടെ കയറി ചെല്ലുമ്പോൾ ഈ ഓറ ഈ ഹ്യൂമൻ ബോഡിയിലേക്ക് കടന്നു വരും. അതുപോലെ അതിശക്തമായ ഓറയുള്ള ആളായിരുന്നു സൂതൻ. ആ സൂതൻ അധികം വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓരോന്നങ്ങോട്ട് പറയുമ്പോൾ താഴെ ഇരിക്കുന്നവർക്ക് അപ്പം അങ്ങോട്ട് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുകയാണ്. അപ്പം തന്നെ അവർ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ഉൾക്കൊള്ളും. അങ്ങനെ വേദവ്യാസ വിരചിതമായ ആ കഥ കേൾക്കാൻ ഇരുന്നപ്പോഴാണ് വ്യാസൻ്റെ ജനനത്തെക്കുറിച്ച് ചോദിച്ചത്. ആ വ്യാസൻ്റെ ജനനത്തെക്കുറിച്ച് പറയുകയാണ് പരാശര മഹർഷി യമുനാ തീരത്തുകൂടി. ആ കഥയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നില്ല. അങ്ങനെ വന്നെങ്കിലും ആ പുഴ ഇക്കരെ നിന്ന് അക്കരയ്ക്ക് കടക്കാൻ എന്തുകൊണ്ട് ഈ പെൺകുട്ടി അതിസുന്ദരിയാണെന്ന് ഓർക്കണം. കാരണം എന്താണ്? ആ കടത്തിൻ്റെ ഉടമസ്ഥൻ ആ കടത്ത് നടത്താൻ വേണ്ടിയിട്ട് കാട്ടിലെ രാജാവായിട്ട് ചുമതലപ്പെടുത്തിയിരിക്കുന്ന ദാശരാജനെയാണ്. ദാശരാജൻ എന്ന് പറയുന്ന ആളാണ് ഈ കടത്തുകാരൻ. ദാശരാജൻ്റെ വളർത്തുമകളാണ് സത്യവതി. കാരണം അപ്സര കന്യകയാണ്. അപ്സരസ്, ഒരപ്സരസ് ഈ യമുന നദിയിൽ വീണതാണ്. ആ നദിയിൽ വെച്ച അപ്സരസിനെ ഒരു മത്സ്യം കൊത്തി വിഴുങ്ങി. അങ്ങനെ ആ മത്സ്യത്തിന് 2 കുട്ടികളുണ്ടാകുന്നു. അതിലൊരു കുട്ടിയാണ്. അപ്പോൾ ആ അപ്സരസ് തന്നെയാണ് ഇവിടെ ജനിച്ചിരിക്കുന്നത്. അപ്സരസാണ്, അപ്സര കന്യകയാണ്. അതുകൊണ്ട് ആര് കണ്ടാലും ഒന്ന് നോക്കിപ്പോകും. പക്ഷേ ഇദ്ദേഹം വന്നപ്പോൾ ഒന്നും പ്രത്യേകിച്ച് നോക്കുന്നില്ല. കാരണം മുഴുവൻ കണക്കുകൂട്ടലാണ്. ഉള്ളിലിരിക്കുന്ന മുഴുവൻ ജ്യോതിശാസ്ത്ര കണക്കുകളാണ് ഇരിക്കുന്നത്. 1-ാം ഭാവത്തിൽ എന്താണ് ഇപ്പോൾ നിൽക്കുന്നത്, 2-ാം ഭാവത്തിൽ സൂര്യൻ എവിടെ നിൽക്കുന്നു, ആദിത്യൻ എവിടെ നിൽക്കുന്നു, ചന്ദ്രൻ എവിടെ നിൽക്കുന്നു, ബുധൻ എവിടെ നിൽക്കുന്നു, ഇങ്ങനെ കണക്ക് കൂട്ടി വരുമ്പോഴാണ് അക്കരയ്ക്ക് പോകണം അദ്ദേഹത്തിന്. അക്കരയ്ക്ക് പോകാൻ വരുന്ന സമയത്ത് കടത്തുകാരനെ അവിടെ ഇല്ല. മറിച്ച് ആ വള്ളത്തിലൊരു പെൺകുട്ടി ഇരിക്കുക.
ആ പെൺകുട്ടിക്ക് ഇന്നത്തെ പോലെ മൊബൈലോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല, ഒന്ന് ചാറ്റ് ചെയ്യാനൊന്നും, വാട്സപ്പിൽ അയക്കാൻ, ഫേസ്ബുക്കിൽ അയക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ട് ചെറിയ കല്ലൊക്കെ എടുത്ത് ഇങ്ങനെ വെള്ളത്തിലേക്കിട്ട് ഇടുന്നു, ക്ലിങ് ക്ലിങ് എന്നൊക്കെ കഴിച്ചിരിക്കുമ്പോഴാണ് വന്നിരിക്കുന്നത്. ഇദ്ദേഹം വന്നപ്പോൾ, അതാണ് ഭാരതീയ സംസ്കാരം. ഇവൾ സ്കൂളിൽ പോയിട്ടില്ല. ഇപ്പോൾ പറയല്ലേ, വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മാത്രമാണ് എല്ലാവർക്കും മാന്യത. ഒന്നുമില്ല. പെൺകുട്ടി പെട്ടെന്ന് എഴുന്നേറ്റു. ആ വന്നിരിക്കുന്ന ആളിൻ്റെ ഭാവം കണ്ടപ്പോൾ തന്നെ ആ പെൺകുട്ടിയെ വെള്ളത്തിൽ എഴുന്നേറ്റ് നിന്നു. ആ വള്ളത്തിൽ എഴുന്നേറ്റ് നിന്നിട്ട് തൊഴുതു. ഇദ്ദേഹം ചോദിക്കാനൊന്നും നിന്നില്ല. കയറിയിട്ട് ആ വള്ളപ്പടിയിൽ അങ്ങ് ഇരുന്നിട്ട് പറഞ്ഞു, അക്കരയ്ക്ക് വിടാൻ പറഞ്ഞു. കിട്ടുകിട്ട വിറയ്ക്കുകയാണ് പെൺകുട്ടി. കാരണം കയറിയിരിക്കുന്നത് വലിയ തേജസ്വിയായ ഒരാളാണേ. ആ തേജസ്വിയായ ആളിനെയും കൊണ്ട് തൊഴാനൊരു പ്രയാസം. എന്നിട്ട് അദ്ദേഹം പിന്നെ ഇരുന്ന് കണക്കൂട്ടലാണ്. ബുധൻ എവിടെ, ചന്ദ്രൻ എവിടെ, സൂര്യൻ എവിടെ, വ്യാഴം എവിടെ, ഇങ്ങനെ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒന്നുകൂടി പറയിപ്പിച്ചാൽ ചിലപ്പോൾ ശപിച്ചെങ്കിലോ എന്നോർത്ത് വള്ളത്തിൻ്റെ കെട്ടഴിച്ചു. യമുനാ നദിയുടെ ഓളങ്ങളെ കീറി മുറിച്ചുകൊണ്ട് വള്ളം അക്കരയെ ലക്ഷ്യമാക്കി പോകുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി 5 ഗ്രഹങ്ങൾ സ്വക്ഷേത്രത്തിൽ വരാൻ പോവുകയാണ്. 5 ഗ്രഹങ്ങൾ സ്വക്ഷേത്രത്തിൽ വരുന്ന സമയം എന്ന് പറയുന്ന സമയത്ത് ഒരു പുത്രോത്പാദനം നടത്തിയാൽ വിശ്വവിഖ്യാതനായ ഒരു പുത്രനുണ്ടാവും. അഥവാ ഇവിടെ പുത്രോത്പാദനം നടന്നില്ലെങ്കിൽ ലോകത്തിന് നഷ്ടം. ആ ലോകത്തിന് നഷ്ടം വരുന്നത് ഒരിക്കലും ഒരു സന്യാസി ശ്രേഷ്ഠൻ സഹിക്കില്ല. ലോക നന്മയ്ക്ക് വേണ്ടി കുംഭമേള നടത്തുന്ന പോലെ തന്നെയാണിത്. അദ്ദേഹം തീരുമാനിച്ചു, ഇപ്പോൾ പുത്രോത്പാദനത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് ടൈം. കാരണം ഇപ്പോൾ പുത്രോത്പാദനം നടത്തി ബീജാവാപം നടത്തിയാൽ ഇത്ര സെക്കൻഡ് കൊണ്ട്, ഇത്ര മിനിറ്റ് കൊണ്ട് അത് അവിടെ പോയി അണ്ഡവുമായി ചേരും. ആ മുഹൂർത്തത്തിൽ ജനിച്ചാൽ വിശ്വവിഖ്യാതനായൊരു പുത്രനുണ്ടാകും. അത് കൃത്യമായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് ആ പെൺകുട്ടിയോട് പറഞ്ഞു, കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. പെൺകുട്ടി പറഞ്ഞു, പറ്റില്ല, ഞാൻ ദാശരാജൻ്റെ പുത്രിയാണ്, എൻ്റെ സമീപത്തേക്ക് പോലും അടുക്കരുത്, ഞാൻ പതിവ്രതയാണ്. തന്നെയല്ല, അങ്ങ് ഓർക്കണം, എൻ്റെ ശരീരം മുഴുവൻ മീന്നാറിയിട്ട് നിൽക്കാൻ പറ്റത്തില്ല, ഇങ്ങോട്ട് അടുക്കരുത്. അദ്ദേഹത്തിൻ്റെ ദിവ്യത്വം കൊണ്ട് ആ മത്സ്യത്തിൻ്റെ ഗന്ധം അങ്ങോട്ട് മാറ്റി സുഗന്ധിയാക്കി. അപ്പോൾ അവൾ പറഞ്ഞു, ഇങ്ങോട്ട് അടുക്കരുത്, വള്ളം മറിയും. പിന്നെന്താ, അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ദിവ്യത്വം കൊണ്ട് യമുനാ നദിയുടെ നടുക്ക് ഒരു ദ്വീപുണ്ടാക്കി, ദ്വൈപായനമുണ്ടാക്കി. ആ ദ്വൈപായനത്തിലേക്ക് വള്ളം അങ്ങോട്ട് മുട്ടി നിന്നു. ഇനി മറിയല, പേടിക്കണ്ട. അപ്പോൾ പിന്നെ അവൾ രക്ഷപ്പെടാനുള്ളൊരു മാർഗമാണ് പറഞ്ഞത്, ദേ ഈ ചുറ്റുപാടും ആൾക്കാർ കാണുന്നു, അങ്ങ് അടുക്കരുത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ദിവ്യത്വം കൊണ്ട് ഒരു മഞ്ഞു മറ. ഇന്ന് രാവിലെ കുംഭമേള നടക്കുന്ന സ്ഥലത്ത് നിന്ന് എൻ്റെ സുഹൃത്ത് വിളിച്ചപ്പോൾ എന്താ പറയുന്നറിയോ, ഇവിടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളെ കാണാൻ പറ്റുന്നില്ലെന്ന്. കാരണം മഞ്ഞാണ്, അതുപോലെ തണുപ്പ്. വർത്താനം പറയുമ്പോൾ പോഴും അങ്ങനെയാണ്, വീഡിയോ കോൾ വിളിച്ചിട്ട് അത്ര തണുപ്പാണ്. ആ മഞ്ഞുമറയുടെ നടുവിലായി വള്ളവും ദ്വീപും, രണ്ടുപേരും അവിടെ വെച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അന്നത്തെ കാലമായതുകൊണ്ട് കുഴപ്പമില്ല, പറഞ്ഞ് ബോധ്യപ്പെടുത്തി പുത്രോത്പാദനം നടത്തി. അങ്ങനെ ദ്വൈപായനത്തിൽ വെച്ച് പുത്രോത്പാദനം നടത്തി. ആ കുട്ടിയെ പ്രസവിക്കാറായി. കുട്ടിയെ പ്രസവിച്ചു. ആ കുട്ടിക്ക് പേരിട്ടു ദ്വൈപായനൻ. ദ്വൈപായനത്തിൽ വെച്ചുണ്ടായതുകൊണ്ട് ദ്വൈപായനൻ എന്ന പേരിട്ടു. കറുത്ത നിറവും കൂടി ഉള്ളതുകൊണ്ട് കൃഷ്ണ ദ്വൈപായനൻ. എൻ്റെ മുമ്പിൽ എൻ്റെ ഗുരുതുല്യനും ഞാൻ ഈശ്വരനെ പോലെ കാണുന്ന ആളും എൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. അതുകൊണ്ട് അത് കേട്ടിട്ട് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവരുതെന്ന് ഭയപ്പെട്ടും കൂടിയാണ് ഞാൻ പറയുന്നത്. പുറയിലുണ്ട്. ശരി, അപ്പോൾ കൃഷ്ണദ്വൈപായനൻ ജന്മന ജ്ഞാനിയായി. കാരണം എന്താ, നമ്മുടെ കുട്ടികൾക്ക് ജന്മം കൊടുക്കുന്ന സമയത്തിൻ്റേതാണ് അതിൻ്റെ പ്രത്യേകത. പുത്രോത്പാദനം ഏതു മാസങ്ങൾക്ക് പ്രത്യേകതയുണ്ട്. ഒരു മീനമാസം 15 കഴിഞ്ഞും മേടമാസവും ഇടവത്തിന് 15-നകവും ഒരാൾ ജനിച്ചാൽ ആ വ്യക്തി അതിശ്രേഷ്ഠനായിരിക്കും, മിടുക്കനായിരിക്കും. അവന് കോളേജ് വിദ്യാഭ്യാസമോ സ്കൂൾ വിദ്യാഭ്യാസമോ ഒന്നും അല്ല പ്രശ്നം. കാരണം എന്താണ്, ആദിത്യൻ ബലവാനായി വരുന്ന സമയമാണ്. ആ സമയത്ത് മറ്റ് ഗ്രഹങ്ങളും കൂടി അനുകൂലമായി നിൽക്കുകയും ബുധൻ അനുകൂലത്തിലും കൂടി ആണെങ്കിൽ അയാൾ പണ്ഡിത ശ്രേഷ്ഠനായിരിക്കും, ഒരു സംശയവും വേണ്ട. ബുധൻ അനുകൂലത്തിലും കൂടി ആവണം.
അതിനെന്താ വേണ്ടത് നമ്മൾ? അതുകൊണ്ടാണ് പണ്ടുകാലം മുതലേ പുത്രോത്പാദനം നടത്തുമ്പോൾ ഈ കാര്യങ്ങൾ നോക്കും. കല്യാണത്തിൻ്റെ മുഹൂർത്തം ഒന്നും ഒരു വിഷയമേ അല്ല കേട്ടോ. നിങ്ങൾ ഏത് സമയത്തും കല്യാണം നടത്തിക്കോ, പക്ഷേ പുത്രോത്പാദനത്തിനാണ് കാര്യം. മുഹൂർത്തം വലിയ കാര്യമാണെങ്കിൽ ഗുരുവായൂർ നടക്കുന്ന 300 കല്യാണം നടന്നാൽ ഏത് മുഹൂർത്തത്തിലാണ് കല്യാണം നടക്കുന്നത്? കല്യാണത്തിൻ്റെ മുഹൂർത്തത്തിലല്ല കാര്യം നടക്കുന്നത്. നമുക്ക് അടുത്ത സൃഷ്ടി നടത്തുമ്പോൾ, അല്ലെ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് സൃഷ്ടിക്കുമ്പോൾ, അവിടാണ് മുഹൂർത്തം കാണേണ്ടത്. ആർക്ക് പറഞ്ഞു കൊടുക്കണം? ഇനിയിപ്പം നിങ്ങളെയൊക്കെ പല ആൾക്കാരുടെയും മുഖത്തേക്ക് നോക്കിയാൽ അറിയാം, ഇനിക്ക് ഞങ്ങളോട് ഇത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഞങ്ങൾ ഈ കച്ചവടം നിർത്തി വൈകുന്നേരം കടയടച്ച് വീട്ടിൽ പോകാൻ തുടങ്ങുകയാണ്. അപ്പോഴാണ് ഇനി ശാസ്ത്രം ഞങ്ങളുടെ മുമ്പിൽ പറയുന്നത്. അതിന് പറ്റിയ കുട്ടികളെ കൊണ്ടിരുത്ത്, കുട്ടികളുടെ ക്ലാസ്സും കൂടെ വയ്ക്ക്, കുട്ടികളോട് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അങ്ങനെ കുട്ടികളുണ്ടായ ആൾക്കാരെ ഞാൻ കൊണ്ടുപോയി കാണിച്ചു തരാം നിങ്ങൾക്ക്, അല്ലെ ഞാൻ വിളിച്ചു വരുത്താം. അങ്ങനെയുള്ള ദമ്പതികൾക്ക് കുട്ടികളുണ്ടായിരിക്കുന്നത് അവർ വിചാരിക്കുന്ന പോലുള്ള കുട്ടികളുണ്ടാവും, ഒരു സംശയം വേണ്ട. അവൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇത്തിരി മാർക്ക് കുറവായിരിക്കും, അല്ലെ കോളേജിൽ പഠിക്കുമ്പോൾ മാർക്ക് കുറവായിരിക്കും, സാരമില്ല, അതൊന്നൊരു വിഷയമേ അല്ല. അവൻ എത്തിച്ചേരും ഒരു നല്ല സ്ഥലത്ത്. അതിൻ്റെ പേരാണ് ശിരോലിഖിതം അഥവാ തലക്കുറി. ആ തലയെ കുറിച്ചിട്ടുണ്ട്, അത് ചതുരത്തിൽ വരച്ചിട്ടുണ്ടെന്ന് മാത്രം, വട്ടത്തിലാണ്. പക്ഷെ നമുക്കറിയാൻ വേണ്ടി ചതുരത്തിൽ ഇങ്ങനെ വരച്ച് തന്നിട്ടുണ്ട്. ലഗ്നം 2-ാം ഭാഗത്തിൽ ആ ഗു നിൽക്കുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് അവൻ അടി മേടിക്കുന്ന വർത്താനം പറയും. ഇപ്പം ഇതൊക്കെ ഇല്ലാണ്ട് വരണമെങ്കിൽ എന്താ വേണ്ടത്? ഈശ്വരാരാധനയോട് കൂടിയിട്ട് കല്യാണം ഏത് മുഹൂർത്തത്തിലും നടത്തിക്കോ, ഒരു കുഴപ്പമില്ല. ഗണപതി ക്ഷേത്രത്തിലേക്ക് വന്ന് അട അടയ്ക്കാറായപ്പോഴാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോകട്ടോ ഗണപതി എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമില്ല, കെട്ടിക്കോളാൻ പറയും. മറിച്ച് ഇവിടെ മുഹൂർത്തം നോക്കേണ്ട കാര്യമില്ല. ഇവിടെ കല്യാണത്തിന് മുഹൂർത്തം പകൽ നോക്കണ്ട, രാത്രിയിൽ തിഥി നോക്കണം. രാത്രിയിൽ അതാണ് ജ്യോതിഷത്തിലുള്ള പ്രത്യേകത. സൂര്യചന്ദ്രന്മാരെ അടിസ്ഥാനത്തിൽ സൂര്യനെ വെന്തു നോക്കുമ്പോൾ പകലാണ് മുഹൂർത്തം, രാത്രിയിലാവുമ്പോൾ തിഥിയാണ്, അത് ചന്ദ്രനെ നോക്കിയിട്ടാണ്. അതുകൊണ്ടാണ് അഷ്ടമി രോഹിണി എന്ന് പറയുന്നത്. നക്ഷത്രത്തിനല്ല പ്രാധാന്യം, തിഥിക്കാണ് പ്രാധാന്യം. ശ്രീകൃഷ്ണ ജയന്തിക്ക് തിഥിക്കാണ്. അതുകൊണ്ടെല്ലാം ധരിച്ച് സന്തോഷിച്ച് അങ്ങനെ ഇരുന്ന് ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ വേദവ്യാസൻ്റെ ജനനത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ കൃഷ്ണദ്വൈപായനാണ് ജനിച്ചിരിക്കുന്നത്. അദ്ദേഹം അമ്മയോട് പറഞ്ഞു, എനിക്ക് വിദ്യാഭ്യാസം വേണം. ഇനി ദേവി ഭാഗവതത്തിലേക്ക്, എനിക്ക് വിദ്യാഭ്യാസം വേണം. അതിനെന്തു വേണം? എനിക്ക് തപസ് ചെയ്യാൻ പോകണം. മോനെ, നീ എനിക്ക് ആഗ്രഹിച്ചുണ്ടായതല്ലെങ്കിലും നീ എൻ്റെ പൊന്നുമോനാണ്, നീ ഒരിടത്ത് പോരുത് അമ്മയെ വിട്ട്. അത് പറ്റില്ല, എനിക്ക് വിദ്യ ഉണ്ടാവണം, അറിവുണ്ടാകണം, അതിന് വേണ്ടിയിട്ട് പോകണം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് അമ്മ പറഞ്ഞു തരാൻ പറഞ്ഞു. അമ്മ പറഞ്ഞു, പരാശക്തിയെ പ്രത്യക്ഷപ്പെടുത്താൻ പറഞ്ഞു. പരാശക്തിയെ പ്രത്യക്ഷപ്പെടുത്തി കൃഷ്ണദ്വൈപായനൻ. അമ്മ വന്നത് നന്നായി, എനിക്ക് അറിവ് വേണം മക്കളെ. പരാശക്തി പറയണം, മോനെ അത് സാരമില്ല, നിനക്ക് അറിവുണ്ടാകും, അതിനുള്ള ഒരു മാർഗം ഞാൻ പറഞ്ഞു തരാം. നീ ദേവലോകത്ത് പോകണം. നീ ദേവലോകത്ത് പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ അറിവ് കണ്ടുപിടിക്കാം. അദ്ദേഹം അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഇതുപോലെ കണ്ടോ, അടുക്കി നല്ല ചിട്ടയോടെ വെച്ചിരിക്കുക. ഇവിടെ എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയുണ്ട്. മറിച്ച് നമ്മളിരിക്കുന്നിടത്തെ കസേര ഒന്ന് നോക്കിക്കേ. നമ്മളിരിക്കുന്നിടത്തെ കസേരയും ഗണപതി വിഗ്രഹം, പുറയിലുള്ള കാര്യങ്ങൾ, ഇത് എല്ലാം വ്യവസ്ഥാപിതമാണ്. അവ്യവസ്ഥയായിട്ടിരിക്കുന്ന ഏതൊക്കെയാണെന്ന് നോക്കിയേ. നമ്മളിരിക്കുന്ന കസേര ഇങ്ങനെ കടന്നു വേദം, അവിടെ അറിവ് കുത്തഴിഞ്ഞ് കിടക്കുക. വേദം എന്ന് പറഞ്ഞാൽ അറിവ്. ആ അറിവ് കുത്തഴിഞ്ഞ് കിടക്കുകയാണേ. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? അതിങ്ങനെ പെറുക്കിയെടുത്തു, ഓരോന്നോരോന്നായിട്ട്. എന്നിട്ട് സെക്ഷൻ തിരിച്ച് അടുക്കി വെച്ചു, സോർട്ട് ചെയ്തു. പണ്ടാര എണ്ണുന്ന പോലെ 2ൻ്റെ ഒരു കെട്ട്, 5ൻ്റെ ഒരു കെട്ട്, 10ൻ്റെ ഒരു കെട്ട്, 100ൻ്റെ ഒരു കെട്ട്, 50ൻ്റെ കെട്ട്, അതുപോലെ അടുക്കി വെച്ചു. ഇത് 4 ഭാഗങ്ങളായിട്ട് തിരിച്ചു. വ്യസിച്ചു. വേദം വ്യസിച്ച മുനി മോദം വരാഞ്ഞ്. അപ്പോൾ 17 പുരാണം എഴുതിയുള്ളതെന്ന് ചുരുക്കം. 18ാമത് പുരാണം എഴുതുകയാണ് ഭാഗവതം. ഈ വേദം വ്യസിച്ച മുനി ആ സന്തോഷം വരാതെ ഇരുന്ന് ദുഃഖിച്ചപ്പോൾ അവിടെയും നാരദൻ വന്ന് പറഞ്ഞു, കൃഷ്ണകഥ എഴുതണം. ശ്രീകൃഷ്ണ കഥ ഇന്നത് പറയാനുള്ള ഏറ്റവും മനോഹരമായി ഭക്തിയുടെ സമുദ്രത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയി ആറാടിക്കുവാൻ പറ്റിയ ആളാണ് തൊട്ടടുത്ത് പ്രഭാഷണം നടത്താൻ പോകുന്നത്.
ഓരോ കഥയും പറയുമ്പോൾ നമ്മളെ ഭക്തിയിലേക്ക്, അതായത് അറിവിലേക്ക് നയിക്കാൻ പോകുന്നയാളെ തൊട്ടടുത്ത് വരുന്നത് വെൺമണി കൃഷ്ണൻ നമ്പൂതിരി അദ്ദേഹം. അപ്പോൾ അദ്ദേഹം വന്ന് പറയുമ്പോൾ നമുക്ക് കേൾക്കാം ആ ശബ്ദത്തിലൂടെയും ആ അവതരണത്തിലൂടെയൊക്കെ. എന്നെപ്പോലെ ഒന്നുമല്ല, ഞാനിങ്ങനെ പറയുന്നു എന്ന് മാത്രം. കൃഷ്ണ ദ്വൈപായനൻ തപസ് ചെയ്ത് അറിവിനെയെല്ലാം അടുക്കി വെച്ചു. വേദത്തെ വ്യസിച്ചതുകൊണ്ട് കൃഷ്ണ ദ്വൈപായനൻ എന്ന പേരങ്ങ് മാറി. ഇപ്പോൾ പേര് വേദ വ്യസിച്ചതുകൊണ്ട് വേദവ്യാസൻ. ആ വേദവ്യാസൻ്റെ കഥയിലൂടെ നമ്മളിങ്ങനെ വേദവ്യാസൻ എഴുതിയ കഥയിലൂടെ കടന്നു പോകുന്ന സമയത്താണ് ശന്തനു മഹാരാജാവിൻ്റെ കഥയൊക്കെ വരുന്നത്. ശന്തനു മഹാരാജാവ് ഗംഗാഭഗവതിയെ വിവാഹം കഴിക്കുകയും ഗംഗാഭഗവതി തൻ്റെ ഇച്ഛയ്ക്ക് വിരുദ്ധമായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ തിരിച്ചു പോകും എന്ന് പറഞ്ഞതും, അങ്ങനെ ആ കുട്ടികളുണ്ടാവുകയും കുട്ടികളെയൊക്കെ ഗംഗയിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു. ഒരു പ്രാവശ്യം മാത്രമാണ് ശന്തനു മഹാരാജാവ് എതിർത്തത്. ആ സമയത്ത് കുട്ടിയുമായിട്ട് ഗംഗയിലേക്ക് പോവുകയും പിന്നീട് കാലങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ആ ഗംഗാ ഭഗവതി തൻ്റെ ഭർത്താവിനെ കണ്ടുമുട്ടുന്നതും ഭർത്താവിന് തൻ്റെ പുത്രനെ കൊടുക്കുന്നതും. ആ പുത്രനുമായി കൊട്ടാരത്തിലേക്ക് പോകുന്നു. കൊട്ടാരത്തിൽ ചെന്ന് താമസിക്കുന്ന സമയത്താണ് അച്ഛന് വേട്ടയ്ക്ക് പോയപ്പോൾ ഒരു പെൺകുട്ടിയെ കണ്ടു. പഴയ അപ്സര കന്യകയെ കണ്ടുമുട്ടുകയാണ്. ആ അപ്സര കന്യകയെ കണ്ടുമുട്ടി മോഹിച്ചു. പെൺകുട്ടിയോട് ചോദിച്ചു, നീ ഏതാണ്? അപ്പോൾ എൻ്റെ പേര് സത്യവതി. സുഗന്ധിയാണിപ്പോൾ, പഴയ പോലെ മീൻ്റെ മണമൊന്നുമല്ല, കാരണം ആ ദിവ്യത്വം കൊണ്ട് കിട്ടിയതാണ്. അത്ര സുഗന്ധമാണ്. സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ അപ്സരസാണ്. അതുകൊണ്ട് എല്ലാ സൗന്ദര്യവും സുഗന്ധവുമുള്ള ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ ഇപ്പോൾ ഭാര്യയില്ലാതെ ജീവിക്കുന്ന ശന്തനു മഹാരാജാവിന് തോന്നി ഇവളെ കല്യാണം കഴിക്കാമെന്ന്. അപ്പോൾ ആ പെൺകുട്ടി എന്താ പറഞ്ഞത്? ഇപ്പോഴത്തെ പെൺകുട്ടികളെ പോലെയല്ല. ഏതെങ്കിലും ഒരുത്തൻ ഇന്നോവയെ ചാരി നിന്നൊരു ഫോട്ടോ എടുത്ത് അയച്ചാൽ അവൻ വല്ലവൻ്റെ ഇന്നോവയിലാണ് ചാരി നിൽക്കുന്നതെന്ന് അറിയാതെ ആ പെണ്ണിനൊരു ആ ഫോട്ടോ അയച്ചു കൊടുക്കുന്നു. അങ്ങോട്ട് ചാറ്റ് ചെയ്യുന്നു, ഇങ്ങോട്ട് ചാറ്റ് ചെയ്യുന്നു. ചീറ്റിംഗ് ആയി അവസാനം ചീറ്റിംഗ് ആവും. അന്നതല്ല പറഞ്ഞത് ആ പെൺകുട്ടി പറഞ്ഞു, എനിക്ക് അച്ഛനുണ്ട്, അച്ഛനോട് പോയി ചോദിക്കാൻ പറഞ്ഞു. മഹാരാജാവിനോടാ പറയുന്നതെന്ന് ഓർക്കണം. രാജാവ് ഉടനെ തന്നെ അവളെ കയ്യെ പിടിച്ച് ഉദരപ്പുറത്ത് കയറ്റി വിട്ടു പോവുകയല്ലേ ചെയ്തത്. മാന്യത നോക്കണം. ഹസ്തിനപുരത്തിലെ ഒരാൾ പോലും അധർമ്മിയായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം ഉടൻ തന്നെ ദാശരാജൻ്റെ കൊട്ടാരത്തിലെത്തിയപ്പോൾ അദ്ദേഹം വിളിച്ച് ഉപചാരപൂർവ്വം ഇരുത്തി സ്വീകരിച്ചു. ചോദിച്ചു, എന്താണ് അങ്ങയുടെ ആഗമന ഉദ്ദേശം? അപ്പോൾ വഴിക്ക് കണ്ട പെൺകുട്ടിയെ പറഞ്ഞു. പെൺകുട്ടിയുടെ അച്ഛനാണെന്നറിഞ്ഞു. ഞാൻ എൻ്റെ പട്ടമഹിഷിയായിട്ട് തരുമോ എന്നറിയാൻ വിളിച്ചതാണ്. അപ്പോൾ പറഞ്ഞു, ഒരു കാരണവശാലും എൻ്റെ മകളെ കല്യാണം കഴിച്ചു തരില്ല. വലിയ രാജാവിന് ഈ കാട്ടിൽ ജീവിക്കുന്ന ഒരാളിൻ്റെ മകളെ കല്യാണം കഴിച്ചു കൊടുത്തുകൂടെ? കൊടുത്തില്ല, തരികയാണെന്ന് പറഞ്ഞു. എന്താണ് കാരണം? അങ്ങയ്ക്ക് ഒരു പുത്രൻ അവിടെയുണ്ട്, അങ്ങയുടെ ആദ്യത്തെ പുത്രൻ. ആ പുത്രനുള്ളിടത്തോളം കാലം എൻ്റെ മകളെ അങ്ങയ്ക്ക് കല്യാണം കഴിച്ച് തന്നാലും വിവാഹം കഴിച്ച് തന്നാലും യാതൊരു കാരണവശാലും അങ്ങയുടെ കാലശേഷം എൻ്റെ മക്കൾക്ക് അതിന് അവകാശമുണ്ടാവില്ല. എൻ്റെ മക്കൾ അപ്പോൾ ചിലപ്പോൾ അവിടുത്തെ മറ്റ് ജോലികൾ ചെയ്ത് എൻ്റെ മകളവിടെ തോഴിയായിട്ടൊക്കെ ജീവിക്കേണ്ടി വരും അങ്ങയുടെ കാലശേഷം. അതുകൊണ്ട് സാധ്യമല്ലെന്ന് പറഞ്ഞു. അദ്ദേഹം പിന്നെ വഴക്കൊന്നും ഉണ്ടാക്കാൻ പോയില്ല. ശന്തനു മഹാരാജാവ് തിരിച്ചു കൊട്ടാരത്തിൽ പോയി. കൊട്ടാരത്തിൽ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുകയാണ്. ആ നടക്കുന്ന സമയത്ത് മകൻ ഇത് കണ്ടു. ഗംഗാദത്തൻ, ആ ഗംഗയുടെ പുത്രൻ, തൻ്റെ പുത്രൻ അത് കണ്ടു. കണ്ടത് അച്ഛൻ അറിഞ്ഞില്ല. മന്ത്രിയെ വിളിച്ച് പറഞ്ഞു, അച്ഛൻ എന്തോ ദുഃഖമുണ്ടെന്ന് അന്വേഷിക്കാൻ. അങ്ങനെ അച്ഛൻ്റെ ദുഃഖം എന്താണെന്ന് തിരിച്ചു വന്ന് മന്ത്രി പറഞ്ഞു. അച്ഛൻ ഇന്നലെ വേട്ടയ്ക്ക് പോയപ്പോൾ ഒരു പെൺകുട്ടിയെ കണ്ടു, അതാ കാര്യം നടന്നൊക്കെ പറഞ്ഞു. ഇദ്ദേഹം പിറ്റേ ദിവസം രാവിലെ തന്നെ അച്ഛനോട് പോലും ചോദിക്കാതെ ഒരു ആ രഥത്തിൽ കയറി നേരെ കാട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് ദാശരാജൻ്റെ കൊട്ടാരത്തിലേക്ക് ചെന്നു. നമ്മളെന്തിനാ ചുരുക്കി പറയുന്നത് കുടിലേക്ക് ചെന്നു എന്നൊക്കെ? അതുകൊണ്ടാണ് കേട്ടോ, ആ പ്രദേശത്തെ രാജാവായതുകൊണ്ട് ഞാൻ കൊട്ടാരം എന്ന് പറഞ്ഞത്. ആ കൊട്ടാരത്തിൻ്റെ വാതിൽക്കൽ രഥം നിർത്തി അവിടെ നിന്ന് ഇറങ്ങി നേരെ രാജാവിൻ്റെ സമീപത്തേക്ക് ചെന്നു. അദ്ദേഹം ആദരപൂർവ്വം വിളിച്ചിരുത്തി.
ദാശരാജനോട് ചോദിച്ചു, ഇന്നലെ എൻ്റെ അച്ഛൻ വന്നില്ലേ? വന്നിരുന്നു. അച്ഛനോട് എന്താ പറഞ്ഞേ? എൻ്റെ മകളെ വിവാഹം കഴിച്ച് തരില്ലെന്ന് പറഞ്ഞു. എന്താണ് അതിൻ്റെ കാരണം? കാരണം അങ്ങാണ്. കാരണം അങ്ങ് അവിടെ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ മകൾക്ക് കുട്ടികളുണ്ടായാലും അവിടെ രാജാധികാരമില്ല. അങ്ങാണ് രാജാവാകാൻ പോകുന്നത്. അത്രേ പ്രശ്നമുള്ളൂ. അങ്ങയുടെ മകളെ എൻ്റെ അച്ഛന് വിവാഹം കഴിച്ചു കൊടുക്കണം. അതിന് ഞാനൊരു പോംവഴി കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൈ ഇങ്ങ് പിടിച്ചു, കയ്യിലേക്ക് കൈകൾ വെച്ചു. അവിടെ നിന്ന് ആ ഗംഗാദത്തൻ, ആ ഗംഗയുടെ പുത്രൻ, ശന്തനുവിൻ്റെ പുത്രൻ അവിടെ നിന്ന് പ്രതിജ്ഞ ചെയ്തു, നാം ഒരിക്കലും ഹസ്തിനപുരത്തിൻ്റെ രാജാവാകില്ല. ഒന്നുകൂടി, ഞാൻ ഒരിക്കലും വിവാഹം കഴിക്കില്ല. ഇത് സത്യം. അപ്പോഴാണ് അന്തരീക്ഷത്തിൽ നിന്നും മുഴങ്ങി ഒറ്റ പേരാണ് മുഴങ്ങിയത്. എന്താമേ പേര് മുഴങ്ങിയത്? ഭീഷ്മർ. കണ്ടോ, എല്ലാവരും ശ്രദ്ധിച്ചായിരിക്കും. സന്തോഷം. ഭീഷ്മർ, ഭീഷ്മർ, ഭീഷ്മർ. അന്നു മുതൽ ഭീഷ്മരായി. ആ ഭീഷ്മർ കൊട്ടാരത്തിലേക്ക് പോകുന്നു. കഥ വിസ്തരിക്കാൻ സമയമില്ല. ഇനി 5 മിനിറ്റേ ഉള്ളൂ. 5 മിനിറ്റ് കൊണ്ട് ഇത് പറഞ്ഞു തീർക്കണം. അവിടെ മുതൽ പറഞ്ഞില്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് പറഞ്ഞാൽ ഈ കഥയ്ക്കൊരു ഫ്ലോ ഇല്ലാത്തതുകൊണ്ടാണ് കുറച്ച് അപ്പുറത്ത് ഞാൻ തുടങ്ങിയത്. എന്തായാലും ആ ഗംഗാദത്തൻ്റെ ഒപ്പം, അല്ലെങ്കിൽ ഭീഷ്മരുടെ ഒപ്പം ജീവിക്കുന്ന അച്ഛനും അച്ഛൻ്റെ സഹധർമ്മിണിയായിട്ട് വന്ന ആരാ വന്നിരിക്കുന്നത്? ഇപ്പോൾ രണ്ടാമത് വന്നിരിക്കുന്നത് ഓർക്ക് പറഞ്ഞേ, ആ സത്യവതിയെ വിവാഹം കഴിച്ചു. 2 കുട്ടികളുണ്ടാവുകയാണ്, ചിത്രാംഗതനും വിചിത്രവീര്യനും. അങ്ങനെ ഭീഷ്മരുടെ ആ നിയന്ത്രണത്തിലാണ്. പഠിപ്പിക്കലൊക്കെ ജ്യേഷ്ഠനാണ്. അതിനിടയിൽ ശന്തനു മഹാരാജാവ് മഹാരോഗം വന്നു നാട് നീങ്ങി. കുട്ടികൾക്ക് പ്രായമാകാത്തത് കൊണ്ട് ഇദ്ദേഹം സിംഹാസനത്തിലിരിക്കാതെ, ഭരതൻ രാജ്യം ഭരിച്ചതുപോലെ സിംഹാസനത്തിലിരിക്കാതെ രാജ്യം ഭരിച്ചു. എങ്ങനെ ഭരിക്കണമെന്ന് പ്രാക്ടിക്കൽ നോളജ് ആ കുട്ടികൾക്ക് കൊടുക്കുകയാണ്. കുട്ടികളെ എങ്ങനെ പ്രേരിപ്പിച്ച്, കുട്ടികളെ കൂടെ കൊണ്ടു നടന്ന് പഠിപ്പിക്കുക ഒരു ജ്യേഷ്ഠൻ ചെയ്യുന്നതാണ്. ആ സിംഹാസനത്തെ കയറിയിരുന്നില്ല. കാരണം ഹസ്തിനപുരത്തിൽ ഒരാൾ പോലും വാക്കുവ്യത്യാസം ചെയ്തിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം രാജ്യം ഭരിച്ച് കാണിച്ചു കൊടുത്തു, ഇങ്ങനെ വേണം, ഇങ്ങനെ വേണം. അങ്ങനെ ചിത്രാംഗതനെ പ്രായമായപ്പോൾ രാജ്യം ഭരിക്കാൻ ഏർപ്പാടാക്കി. രാജ്യം ഭരിക്കുന്നു. ആ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കെ, ഇനി 3 മിനിറ്റേ ഉള്ളൂ. രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കെ ചിത്രാംഗതൻ വനത്തിലേക്ക് പോയപ്പോൾ അതേ പേരുള്ള ഒരു ഗന്ധർവൻ വനത്തിൽ വെച്ച് യുദ്ധത്തിൽ ഈ നാട്ടിലുള്ള ചിത്രാംഗതനെ, ഗന്ധർവ ചിത്രാംഗതൻ വധിച്ചു. ഇപ്പം രാജാവില്ല. അടുത്തതുടനെ തന്നെ ഭീഷ്മാചാര്യർ എന്തു ചെയ്തു? അനുജനായ വിചിത്രവീര്യനെ രാജാവാക്കുന്നു. രാജാവാക്കുമ്പോൾ വിവാഹം കഴിക്കണ്ടേ? അപ്പോൾ അമ്മ പറഞ്ഞു, ഇവനെ വിവാഹം കഴിപ്പിക്കണം. എന്താണ് വേണ്ടത്? അമ്മ പറഞ്ഞു കൊടുത്തു, ഇവന് പറ്റിയ 2 പെൺകുട്ടികളുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം, അവിടെ പോയി ഒന്ന് ആലോചിക്കാൻ പറഞ്ഞു. കാശി രാജാവിൻ്റെ പുത്രിമാർ അംബ, അംബിക, അംബാലിക, അവരെ വിളിച്ചുകൊണ്ട് വന്ന് വിവാഹം കഴിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഭീഷ്മർ അമ്മ പറഞ്ഞതല്ലേ, പെറ്റതല്ലെങ്കിലും വന്ന അന്ന് മുതൽ അമ്മയാണ് സത്യവതി. സത്യവതി ഒരു വാക്ക് പറഞ്ഞാൽ അതിനപ്പുറത്ത് ചെയ്യില്ല ഭീഷ്മാചാര്യർ. അത്ര ഗംഭീരമാണ്. ആ ഭീഷ്മാചാര്യർ നേരെ കാശി രാജാവിൻ്റെ അവിടെ ചെന്ന്, അവിടെ കല്യാണ ഒരുക്കങ്ങളൊക്കെ നടക്കുക. അവിടെ കല്യാണ പരിപാടി, സ്വയംവരമാണ് നടക്കുന്നത്. അവിടെ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു. എൻ്റെ അനിയനെയും പെൺകുട്ടികളെ കല്യാണം കഴിച്ച് തരണം എന്ന് പറഞ്ഞു. അവൻ നടക്കില്ല, അതൊക്കെ കല്യാണം നടക്കുന്ന കാര്യമല്ലെന്ന് പറഞ്ഞു. നടക്കിയല്ലേ, വേണ്ടില്ല, ഞാൻ എൻ്റെ പുറകെ വന്നേക്കരുത്, ഒരാൾ പോലും വന്നാൽ വധിച്ചു കളയും, അതുകൊണ്ട് വരണം, സമയമായില്ലേ, തീർക്കട്ടെ. അപ്പോൾ 1 മിനിറ്റ് കൂടി ഉള്ളൂ. നമ്മൾ സമയക്ലിപ്തത ഒരു സത്രത്തിൽ പാലിക്കേണ്ടത്, അതുകൊണ്ടാണ്. അപ്പോൾ അവിടെ ചെന്ന് ആ 3 പേരെയും കൂട്ടി ഇവിടെ വരുന്നു. ഇവിടെ വന്നപ്പോൾ മൂത്തയാൾ വല്ലാത്ത കരച്ചിലായി. അമ്പയെ തിരിച്ചു കൊണ്ട് വിടുകയാണ്. അതിനിടയ്ക്കൊക്കെ കഥകളുള്ളതാണ്, 1 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ അമ്പയെ തിരിച്ചു കൊണ്ടുപോയി വിടുന്നു. അമ്പയെ അവിടെ ചെന്നപ്പോൾ കല്യാണം കഴിക്കാമെന്ന് വിചാരിച്ച ആൾ യാതൊരു കാരണവശാലും ഇനി നീ വേണ്ട, നിന്നെ വേറൊരു പുരുഷൻ കൈ തൊട്ടത്, അതുകൊണ്ട് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം കൈയൊഴിഞ്ഞു. ഉടനെ തന്നെ അമ്പ ഭീഷ്മരോട് പറഞ്ഞു, എന്നെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു. ഭീഷ്മർ പറഞ്ഞു, ഞാൻ സത്യം വെടിയേല, ഞാൻ കല്യാണം കഴിക്കുകയില്ല. ഇല്ലല്ലേ? ഭാവം മാറി. സാധാരണ പോലെ തന്നെ അങ്ങ് തുള്ളാൻ തുടങ്ങി. അത് ഭാവം മാറുമ്പോൾ എന്താ ചെയ്യും സ്ത്രീകൾ? അതുപോലെ അങ്ങ് തുള്ളാൻ തുടങ്ങി. തുള്ളിയിട്ട് പറഞ്ഞു, ഞാൻ നിമിത്തമായിരിക്കും അങ്ങയ്ക്ക് മരണം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് വിട്ടു. ആ മരണമൊക്കെ പിന്നീട് നമുക്കൊക്കെ ബാക്കിയുള്ളവർ വരുമ്പോൾ പറയും. അങ്ങനെ തിരിച്ചു വന്ന് ആ വിചിത്രവീര്യനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ച് ജീവിക്കുന്നു.
അതിനിടയിലുണ്ടാകുന്ന അനർത്ഥങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത ആചാര്യന് വേണ്ടിയിട്ട് പീഠം ഒഴിവാക്കി കൊടുക്കുകയാണ്. അതാണ് അതിൻ്റെ ഒരു നിയമം. പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളുണ്ടെങ്കിൽ അതെല്ലാം എൻ്റെ സ്വന്തമാണ്. പറഞ്ഞതിൽ എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ മള്ളിയൂർ അദ്ദേഹത്തെ പോലെയും നമ്മുടെ വെൺപണി കൃഷ്ണൻ നമ്പൂതിരി അദ്ദേഹത്തെ പോലെയും ഈ യജ്ഞത്തിലെ ആചാര്യന്മാരെ പോലെയൊക്കെ അവരൊക്കെ അത് ക്ഷമിക്കും. അവരുടെയൊക്കെ കയ്യിൽ നിന്ന് കിട്ടിയ നന്മകളാണ് ഈ പറഞ്ഞത് നന്മയുണ്ടെങ്കിൽ അതെല്ലാം ഭാരതത്തിൻ്റെ ഗുരു പരമ്പരയുടേതാണ്. പറഞ്ഞ വാക്കുകൾ മുഴുവൻ എൻ്റെ പ്രിയപ്പെട്ട അച്ഛനമ്മമാരുടെയും എൻ്റെ മൂത്ത സഹോദരിയുടെയും എൻ്റെ കാരണവന്മാരുടെയും എൻ്റെ ഗുരുക്കന്മാരുടെയും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന എൻ്റെ ഗുരുക്കന്മാരുടെയും നിങ്ങളുടെ ഒക്കെയും പാദാരവിന്ദങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അഖില ഭാരത ശ്രീമദ് ഭാഗവതാമൃത